പുച്ഛമായിരുന്നു, പുച്ഛം, വെറും പുച്ഛം. അതായത് അയ്യേ ഇതൊക്കെ കോൺസ്പിരസി ആണ്, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? നിനക്ക് വല്ല പ്രാന്തുണ്ട് ഈ ഓരോ ആൾക്കാർ പറയുന്നത് കേട്ട് അതിൻ്റെ പിന്നാലെ പോവാൻ? അതിലൊന്നും ഒരു കാര്യമില്ലടേ ആയിരുന്നു എന്നല്ല, എന്നാണ് പണ്ടും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും ആൾക്കാർ പറയുന്നത്. എന്താണ് കോൺസ്പിരസി? ആ ഒരു വാക്ക് തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു വാക്കാണ്. കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫേമസ് ആയിട്ട് കുറേ കോൺസ്പിരസീസ്, നമുക്കറിയുന്ന കുറേ കോൺസ്പിരസീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ എല്ലാവരും കേട്ടിട്ടുള്ളത് മൂൺ ലാൻഡിങ്, അമേരിക്ക നടത്തിയ മൂൺ ലാൻഡിങ് ഫേക്കാണെന്നുള്ള കാര്യമാണ്. പിന്നെ ഈ ഡൈനോസേഴ്സ്, ഇത്രയും ഡൈനോസേഴ്സൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. ഇവരൊക്കെ എല്ലാ ഡൈനോസറും ഒറ്റയടിക്ക് എങ്ങനെ മരിക്കുന്നത്? എന്തോ ഒരു ഉൽക്ക വന്ന് വീണിട്ടാണെന്നാണ് പറയുന്നത്. ആ ഒരു ഉൽക്ക എവിടെയോ വന്ന് വീണതിന് ഈ ലോകത്തുള്ള എല്ലാ ഡൈനോസറും മരിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പിന്നെ ഈ ഒരു ടെക്നോളജിയും ഒരു സംഭവം അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈജിപ്തുകാർ എങ്ങനെയാണ് ഈ പിരമിഡ് ഇത്രയും പ്രിസിഷനിൽ ആ ഒരു സംഭവം പണിതത്? ഇപ്പം കൂടെ അങ്ങനെ ഒരു സംഭവം പണിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തവണ ആലോചിക്കും. അപ്പോൾ ആ കാലത്ത് ഇതെങ്ങനെ പണിതു എന്ന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ പണിത് ഇങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നുള്ള ഈ ഊഹിക്കണ ആ സംഭവം ഉള്ളൂ. അതായത് ഇങ്ങനെയാണ് എന്ന് പറയില്ല, ഇങ്ങനെ ആയിരിക്കാം എന്നാണ് എല്ലാവരും പറയുന്നത്, അല്ലാണ്ട് ഇങ്ങനെയാണ് ഇന്ന് ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു സംശയം, എങ്ങനെ ഇതുണ്ടായി, ഈ പിരമിഡ് ഇത്രയും വലിയ സ്ട്രക്ചർ ആ കാലത്ത് എങ്ങനെ ഉണ്ടാക്കി? ഇനി അടുത്തത് ഏരിയ 51, എല്ലാവർക്കും അറിയാമല്ലോ. ഏരിയ 51 എന്താണ് അവർ ഒളിപ്പിക്കുന്നത്? ഏരിയ 51 ഇഷ്ടംപോലെ വ്ളോഗും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരു സ്ഥലം, ഡെസേർട്ടിൽ ഒരു സ്ഥലം അമേരിക്കയിൽ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പോലീസുകാർ വന്നിട്ട് പറയും, മോനെ വെക്കോ, തിരിച്ച് വീട്ടിലേക്ക് വെക്കോ, ഇല്ലെങ്കിൽ പെർമനൻ്റായിട്ട് പറഞ്ഞ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പോലീസുകാരും കൂടിയില്ല, പട്ടാളക്കാർ വന്നിട്ട് നിങ്ങളെ മടങ്ങി പോകാൻ വേണ്ടി പറയും, ബ്ലോക്ക് ചെയ്യും. അപ്പോൾ എന്താണ് അവിടെ ഉള്ളത്? മിലിറ്ററി സീക്രട്സ് ആണോ, അതോ ഏലിയൻ ആണോ? ഏലിയൻസ് ഉണ്ടോ, UFO പറക്കന്തളികയുണ്ടോ എന്നൊക്കെ ഉള്ള കോൺസ്പിരസീസും ഇതും നമ്മൾ ഇഷ്ടം പോലെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഈ വൈൽഡായിട്ട് പോകാതെ വേറെ കോൺസ്പിരസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. JFK അസാസിനേഷൻ. മെയിൻ സ്ട്രീം മീഡിയയും ഈ ബാക്കിയുള്ള മീഡിയ ന്യൂസുകാരും ഒരു കാര്യം പറയും. അപ്പോൾ അതിന് ചോദ്യം ചെയ്താൽ ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീംകാർ പറയുന്നത് ഇങ്ങനെയാണ് സംഭവം നടന്നത്. അപ്പോൾ അങ്ങനെ നടക്കാൻ വഴിയില്ലല്ലോ, ദിസ് ഡസൻറ്റ് ആഡപ്പ്, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യുമോ? ഒരാൾ വന്നിട്ട്, ഒരു പ്രസിഡൻറ്റിനെ ഒരാൾ വന്നിട്ട് കൊല്ലുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ പ്രാന്തനാക്കി, അവനെ കോൺസ്പിരസീൻ്റെ ആളാക്കി. ഇവർക്ക് ഇതൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല, ഇവർക്ക് ഓരോ പ്രാന്തന്മാരാണ്, ഇവരിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഓരോ പ്രാന്തുണ്ടാക്കുകയാണെന്ന് പറഞ്ഞ് അവരിനെയൊക്കെ എന്താ പറയുക, ഈ മെൻ്റൽ പേഷ്യൻസ് പോലത്തെ ആൾക്കാരാക്കി. കോൺസ്പിരസീസ് പറഞ്ഞാൽ ഇവരെന്തോ മോശക്കാരാണെന്നുള്ളൊരു ലേബല് അവർ ഇട്ടുകൊടുത്തു. കുറേ പേര് അത് വിശ്വസിക്കുകയും ചെയ്തു, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എവിടേക്കും പോയിട്ട് ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ആളുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്, ഉറപ്പായിട്ട് അയാൾ പറയില്ല എന്ന്. എന്തുകൊണ്ടാണ്? കാരണം റിലീജിയനിലും റിലീജിയസ് ബുക്കിലൊന്നും ഏലിയൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഡൈനോസറുകളെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏലിയൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വേറെയും ആൾക്കാരുണ്ട്, അവർ ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഇവരുടെ റിലീജിയസ് ബിലീഫ് എല്ലാം തകരും. അപ്പോൾ അവർ സമ്മതിക്കുമോ ഏലിയൻസ് ഉണ്ടെന്ന്? ഇല്ല, അവർ സമ്മതിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ, പക്ഷെ അവരുടെ ആ ഒരു സംഭവം റെസ്പെക്റ്റ് ചെയ്യണം, അത് ഓക്കെ, അത് ഒരാൾക്കാരുടെ ബിലീഫല്ലേ, അവിടെ ഇരുന്നോട്ടെ. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇത് ശരിയല്ലല്ലോ, ഇതിൽ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ലോജിക്ക് ഇല്ലായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ കോൺസ്പിരസി, അവൻ കോൺസ്പിരസിൻ്റെ ആളാണ്, അവനെ വിശ്വസിക്കണം, അവൻ ഭ്രാന്താണ് എന്ന് പറയുന്നതാണ്
ചരിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെ. അതായത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ അവനെ മണ്ടനാക്കി. ഇതാണ് പണ്ടോട്ടേ സംഭവിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടാ? ചോദ്യം ചോദിക്കരുത്, നമ്മൾ പറഞ്ഞത് വിശ്വസിച്ച് മിണ്ടാതെ ഇരുന്നോളണം, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, അങ്ങോട്ട് പറഞ്ഞ് കേട്ടാൽ മതി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഈ കോൺസ്പിറസിക്ക് വരുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു കോൺസ്പിറസി എന്നുള്ള വാക്കേ ആക്ച്വലി ഉപയോഗിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പം ഇതിന് എന്താ പറയുക, അതുകൊണ്ട് മാത്രമാണ് ഇവരെ പറയുന്നത്. അതായത് പണ്ടോട്ടേളുടെ എർത്ത് ഉരുണ്ടിട്ടാണുള്ളത്, എർത്തിൻ്റെ ചുറ്റുമല്ല സൂര്യൻ കറങ്ങുന്നത്, സൂര്യൻ്റെ ചുറ്റുമാണ് ബാക്കിയുള്ള പ്ലാനറ്റ്സൊക്കെ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഗലീലിയോ ആണ് തോന്നുന്നത്. ആ ഗലീലിയോനെ പിടിച്ച് കൊല്ലാനൊക്കെ പോയതാണ് പണ്ടത്തെ ആൾക്കാർ, റിലീജിയസ് ആൾക്കാർ, ഈ ചർച്ചിൻ്റെ ആൾക്കാർ. അപ്പം കണ്ട, അതായത് അവരുടെ ബിലീഫിനെതിരെ നമ്മളൊന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ നമുക്ക് ഭ്രാന്തയാക്കി, ഇവൻ എന്തോ മാഡ് സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു സംഭവമാക്കി. ഇപ്പോൾ പണ്ടത്തെ ഗലീലിയോൻ്റെ കാര്യമൊന്നും വേണ്ട, 5 കൊല്ലം മുന്നേ നടന്ന കാര്യം എടുത്തോ. കോവിഡ്-19 വന്നു, എല്ലാവരും പേടിച്ചു. ഒരു നിയമം ഉണ്ടാക്കി, നിങ്ങൾ പുറത്ത് പോകരുത്. ആരും ക്വസ്റ്റ്യൻ ചെയ്തില്ല. എന്താണ് കോവിഡ്-19? ഒരു പനി വരുന്നു, ശരി, കുറേ പേര് മരിച്ചു, ഓക്കെ. എന്തിനാണ് നമ്മൾ ഈ വാക്സിൻ എടുക്കുന്നത്? ഇത് എവിടെ നിന്നുണ്ടായി? ഇത് ശരിക്കും നിങ്ങൾ പറയുന്ന പോലെ ഈ ചൈനയിലെ വവ്വാലിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ വുഹാൻ മാർക്കറ്റിൽ നിന്ന് വന്നതാണോ എന്ന് നിങ്ങൾ 2020 ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എന്തായിരുന്നു അവസ്ഥ അറിയോ? നിങ്ങൾക്ക് അന്ന് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. അക്കൗണ്ട് പൂട്ടിപ്പോവും. അന്നാണ് ആദ്യമായിട്ട് ഈ ഫാക്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം സ്റ്റാർട്ട് ചെയ്തത്. എനിക്കന്ന് വേറൊരു ചാനലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ഇതിൽ അന്ന് ഞാനൊരു കോവിഡ്-19 ഒരു സിനിമയുണ്ട്, എൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല, ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഈ കോവിഡ്-19 പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കോവിഡ് എന്നുള്ള കീവേഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പം എന്ത് അറിയോ, അടിയിലൊരു സാധനം കൊടുക്കും. എന്ത്? അടിയിലൊരു ഫാക്ട് ചെക്കിങ് പോലെ, കോവിഡ്-19 കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ വേറെ ഒന്നും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരും. ഒരുപാട് പേരുടെ ചാനലടക്കം പൂട്ടിപ്പോയിട്ടുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ. എന്തിന്? കോവിഡ്-19 ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്. നമ്മൾ എന്തിനാണ് ഈ വാക്സിൻ എടുക്കുന്നത്? ഇതൊക്കെ ഉള്ളതാണോ? ഇതെന്ത് അസുഖമാണ്? പനി വരുന്നു എന്ന് പറയണു, കുറേ പേര് മരിക്കണമെന്ന് പറയുന്നു. ഈ കാരണം കൊണ്ടാണോ ആൾക്കാർ മരിക്കുന്നത്? അതോ ഓൾറെഡി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണോ മരിക്കുന്നത്? അതിൻ്റെയൊക്കെ ഡാറ്റ ഉണ്ടോ? ഇല്ല. കോവിഡ് വന്ന് മരിച്ചു എന്ന് പറയും. കോവിഡ് കാരണമാണോ മരിച്ചത്? ഇഫ് എ പേഴ്സൺ ഈസ് ഹെൽത്തി ആൻഡ് ഇഫ് ഹീ ഈസ് ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ് ബൈ കോവിഡ്-19, ഈസ് ഹീ ഡൈയിങ് ബിക്കോസ് ഓഫ് കോവിഡ്-19? അങ്ങനെ നിങ്ങളൊരാൾ, ഇപ്പം ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്ന പോലെ അന്ന് ഇരുന്ന് സംസാരിച്ചാണ്ടല്ലോ ഈ ചാനൽ പൂട്ടും. ഞാൻ വെറുതെ ഒരു വീഡിയോ, കണ്ടേജിയൻ എന്നാണ് സിനിമയുടെ പേര്, സിനിമയുടെ പേര് കിട്ടി, കണ്ടേജിയൻ എന്നാണ് സിനിമയുടെ പേര്. അതായത് ആ സിനിമയിൽ അത് വേറൊരു സംഭവമായിരുന്നു. അതായത് ഈ കോൺസ്പിറസി ഉണ്ടാക്കി വലിയ പണിയൊന്നുമില്ല. അതായത് കണ്ടേജിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ കോവിഡിന് മുന്നേ ഇറങ്ങിയ സിനിമയാണ്, 2020 മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അതിൽ ആണ് ആദ്യമായിട്ട് ഈ മാസ്ക് ഇടുക, ഈ അന്നത്തെ കുറേ വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ എന്താ പറയുക, ഈ സാനിറ്റൈസേഷൻ പോലത്തെ വാക്കുകൾ, ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്ന കുറേ വാക്കുകളും, ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ, അങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ ഇല്ല അന്നത്തെ. ആ വാക്കുകളൊക്കെ ഈ സിനിമയിലുണ്ട്. ആ സിനിമയിൽ എങ്ങനെയാണ് ഈ ഇതേപോലെ തന്നെ വൈറസ്, അത് ചൈനയിൽ നിന്നല്ല, അത് ഏതൊരു ഏഷ്യൻ കൺട്രിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ചൈനയാണോ ഒരു സംശയമുണ്ട്, വേറെ ഏതൊരു ഏഷ്യൻ കൺട്രിയിൽ നിന്നാണ് അതും വരുന്നത് ഈ വൈറസ്. ആ സിനിമയിൽ ആ വൈറസ് എങ്ങനെയാണ് വരുന്നറിയോ? ഇതുപോലെ ഏതോ ഒരു പക്ഷിയുടെയോ പന്നിയുടെയോ അങ്ങനെ എന്തോ ഒരു മൃഗത്തിൽ നിന്നാണ് അത് വരുന്നത്.
അതായത് ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ആക്ച്വലി ഗവൺമെൻറ് ഈസ് കോപ്പിങ് ദാറ്റ് മൂവി. അന്ന് നമ്മൾ പറയാണ് വുഹാനിലൊരു ലാബുണ്ട്, ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ ലാബിൻ്റെ പേര് വൈറോളജി ലാബ് ഓഫ് വുഹാൻ അങ്ങനെ എന്തോ ആണ്. അവിടുത്തെ ഭയങ്കര അമേരിക്കയും ചൈനയും കൂടെ ചെയ്യുന്ന ഒരു ലാബാണ്. കുറേ അമേരിക്കൻ ഫണ്ടിങ് ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ലാബിൽ നിന്നാണ് ഈ വൈറസ് വന്നത്. ആ ലാബിൽ ഒരാൾക്കാണ് ആദ്യമായിട്ട് പേഷ്യൻ്റ് 0 അയാളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ച് ഇടിക്കുക. ആ ഒരു സീനായിരുന്നു വന്ന്. എന്നിട്ടിപ്പം എന്തായി? അത്രേ ഉള്ളൂ. ഇതാണ് ഈ കോൺസ്പിരസിയുടെ കാര്യം. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് അയ്യേ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് തോന്നും. പക്ഷേ കാര്യമുണ്ട്, അത് 100% എല്ലാം ശരിയാവുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു വേറൊരു നെറേറ്റീവ് വരുമ്പോൾ അതിനെ അടിച്ചമർത്തുക. ഇതിങ്ങനെ അല്ല, നീ ഇത് പറയാൻ പാടില്ല, നീ ഇത് പറഞ്ഞാൽ നീ ആൻറ്റി നാഷണലാവും, നീ ഇത് പറഞ്ഞാൽ നിന്നെ ഞങ്ങളെല്ലാവരും കൂടി കൊല്ലും, നിന്നെ ശരിയാക്കും, നിൻ്റെ അക്കൗണ്ട് പൂട്ടും, നിൻ്റെ എല്ലാ ബാങ്ക് ഫ്രീസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം. എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത്? വൈ ആർ ദേ ഒപ്പോസിങ് ദിസ് ഐഡിയ ടു മച്ച്? ഒരാൾ എന്തോ ഒരു കാര്യം പറയണു പോട്ടെ, അങ്ങനെ വിചാരിക്കാണ്ട് ഇങ്ങനെ ഒരുപാട് അതങ്ങനെ നീ എന്തോ എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതിലെന്തോ ഇതെന്താ ഇവർ ഇത്ര ഓവർ റിയാക്ട് ചെയ്യണ് നമ്മൾ വിചാരിക്കണം. അതാണ് കോൺസ്പിറസി 101 എന്ന് പറയുന്ന സാധനം. അതായത് ഗവൺമെൻറ് എന്തെങ്കിലും എതിർക്കുന്നുണ്ടോ, ഗവൺമെൻറ് എന്തെങ്കിലും ക്വസ്റ്റ്യനെ പേടിക്കുന്നുണ്ടോ, അത് ദർ ഈസ് സംതിങ് ഫിഷി ഗോയിങ് ഓൺ. അത്രേ. അതായത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ ഏലിയൻസിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ ദൈവമുണ്ടോ ചോദിക്കുന്ന പോലെ ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയും ഏലിയൻസ് ഉണ്ടാവും അങ്ങനെ എന്നൊക്കെ പറയും. UFO ഉണ്ടോ, പറക്കും തളിക ഉണ്ടോ എന്നൊക്കെ ആദ്യം പറയും മറ്റേ UFO സൈറ്റിങ്സ്. അപ്പോൾ കുറേ പേര് പറയും അമേരിക്കയിൽ മാത്രമേ UFO സൈറ്റിങ്സ് ഉള്ളൂ. എന്താ അത് അമേരിക്കയിൽ മാത്രമേ വരുന്നുള്ളൂ, വേറെ ലോകത്തൊന്നും വരുന്നില്ലേ? എടുത്ത് നോക്ക്, UFO സൈറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്ക്. അതായത് ഇപ്പം നമ്മൾ ഒരു 10 കൊല്ലം മുന്നേ, 10 കൊല്ലമല്ല ഒരു കുറച്ച് കാലം മുന്നേ നമ്മുടെ ഇവിടെ മനോരമേനെ വിളിച്ചിട്ട് ഹലോ മനോരമയല്ലേ, ഞാൻ ഇവിടെ ഒരു പറക്കും തളിക കണ്ടു എന്ന് പറഞ്ഞാൽ അവരപ്പോൾ ഫോൺ വെച്ചിട്ട് ഏതാണ് പ്രാന്ത വെച്ചിട്ട് പോടെ എന്നിട്ട് ഫോൺ വെച്ചിട്ട് പോവാർ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് അവിടെ ഇത് ന്യൂസ് ആവും, ന്യൂസ് ആക്കാനുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അതില്ല, അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം മനസ്സിലായ? ഇഷ്ടംപോലെ സൈറ്റിങ്സ് ഉണ്ട്, ആഫ്രിക്കയിൽ സൈറ്റിങ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സൈറ്റിങ്സ് ഉണ്ട്. പറക്കും തളികയിൽ ഏലിയൻസ് വരുന്നു എന്നൊന്നല്ല പറയുന്നത്. അതൊക്കെ ചിലപ്പോൾ വല്ല ഡ്രോൺ ടെക്നോളജി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അതൊന്നും അല്ല. അത് വിട്. അതായത് ഏലിയൻസ് ആണോ, ഏലിയൻസ് വന്നു അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് ന്യൂസ് ആവുന്നത് എങ്ങനെയാണ്? അമേരിക്കയിൽ മാത്രമാണോ ഏലിയൻസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ അങ്ങനത്തെ ഒരു ന്യൂസ് കൊടുത്ത് നോക്ക്, ആരെങ്കിലും പബ്ലിഷ് ചെയ്യുമോ? ഇപ്പം ഇങ്ങനത്തെ കുറേ ചാനലും കുറേ ഇങ്ങനത്തെ ആൾക്കാരുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനെങ്കിലും ആളുണ്ട്. പണ്ട് ഈ മറ്റേ ന്യൂസ് പേപ്പറുകാർ ഏലിയൻസ് കൊച്ചിയിൽ ഏലിയൻസ് സ്പോട്ട് ചെയ്തു എന്നോട്ട് വരുമോ? ഇല്ല, വരില്ല, അവർ കൊടുക്കില്ല. കാരണം നമ്മൾ അത്ര ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഏലിയൻ ഉണ്ട് പറഞ്ഞു അയ്യോ അപ്പോൾ നമ്മൾ ദൈവത്തിനെ അപമാനിക്കുകയാണോ എന്നുള്ള ചിന്താഗതിയാണ് ഈ റിലീജിയസ് പീപ്പിൾസിനൊക്കെ. എനിക്കത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഏലിയൻസിനെ എതിർക്കും, ഇങ്ങനെ ഏലിയൻസ് ഇല്ല, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെന്ത് വൈ ആർ ദേ ഡൂയിങ് ദാറ്റ്? നമ്മൾ ഇത്രയും പ്ലാനറ്റ് ഉണ്ട്, ഇത്രയും വലിയ ഗാലക്സിയാണ് പറയണു, ഇത്രയും വലിയ സോളാർ സിസ്റ്റം, അവിടെ ഒരുപാട് ഗാലക്സി ഉണ്ട് പറയണു. അപ്പോൾ ഇതേ വലിയൊരു ഗാലക്സി, അപ്പോൾ ഇത്രയും പ്ലാനറ്റും ഇത്രയും സ്റ്റാർസും ഇത്രയും സെലസ്റ്റിയൽ ബോഡീസൊക്കെ ഉണ്ടല്ലോ.
ഇതിലൊന്നും ഒരു ലിവിങ് ബീയിങ് ഇല്ല എന്ന് വേണോ നിങ്ങൾ പറയുന്നത്? വാട്ട് കൈൻഡ് ഓഫ് ലോജിക് ഇസ് ദാറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതാരതിനെ എതിർക്കണ്, ഇത് ആർക്കതിന് പേടി? റിലീജിയസ് പീപ്പിളിനാണ് ഇത് പേടി. എനിക്കത് കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഞാൻ നോക്കുമ്പോൾ ഏതൊക്കെ കുറേ ടീംസ് എതിർക്കണു. ഇതെന്തിനാ ഇപ്പം ഇത്ര നിങ്ങളെന്തിനാ ഇത്ര ആവേശം കൊള്ളണ്, ഇതെന്തിനാ ഇങ്ങനെ എതിർക്കണമെന്ന് നോക്കുമ്പോഴാണ്, കാരണം അവരുടെ ബിലീഫ് സിസ്റ്റം മുഴുവൻ തകരും. ഏലിയൻസ് ഉണ്ടോ, അപ്പോൾ ഏലിയൻസ് പണ്ട് വന്നതിനെ നമ്മൾ അറിയാണ്ട് തെറ്റിദ്ധരിച്ച് അതിനെ ദൈവം എന്ന് വിളിച്ചതാണോ എന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്. കൊല്ലപാത നടക്കുക. അതാണ് ആ വ്യത്യാസം. ഈ ഏൻഷ്യൻ്റ് ഏലിയൻസ് എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി ചാനലിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, കിട്ടില്ല. ആദ്യത്തെ ഒരു 2-3 എപ്പിസോഡ് കിട്ടില്ല, പിന്നെ അങ്ങോട്ട് പോയി. അതാണ് ഈ കോൺസ്പിറസിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് തീരെ ഇഷ്ടമല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ചാനലും കോൺസ്പിറസി ചാനലാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഭയങ്കര എക്സ്ട്രീമിലേക്ക് പോയില്ല. അതായത് എന്ത് ഒരു സാധനം കണ്ട ഇത് പണ്ട് ഏലിയൻസ് വന്ന് ഇവിടെ കുഴിച്ച് ഇപ്പോൾ കെട്ടി, അത്രയ്ക്ക് അത് വേണ്ട. ലോജിക്ക് ഒരു മര്യാദ വേണ്ടടേ. ആ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ എവറിത്തിങ് ലുക്സ് സസ്പീഷ്യസ് ആൻഡ് എവറിത്തിങ് മേക്സ് സെൻസ്. സസ്പീഷ്യസ് അല്ല, എവറിത്തിങ് മേക്സ് സെൻസ്. അതായത് ഇത് ഇവരുടെ ഒരു ടെക്നിക്കാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മറ്റേ ഈ പിസ്സ ഗേറ്റിൻ്റെ സംഭവത്തിൽ പറഞ്ഞു. ഈ പിസ്സ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസ്പിറസി വന്നു. ഇങ്ങനെ ഒരു ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഒരു വാഷിങ്ടണിൽ ഈ പൊളിറ്റീഷ്യൻസിനും ഈ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടാണ്. അവരുടെ ഇടയിൽ ഈ ചൈൽഡ് സെക്സ് ട്രാഫിക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഈ പിസ്സ ഗേറ്റ്. ഓക്കെ, അത് വന്നു. അപ്പോൾ അതൊരു കോൺസ്പിറസി ആണെന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കോൺസ്പിറസി ആണ്, പക്ഷേ അതൊരു ബിലീവബിളാണ്. അതിൽ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, ഒരുപാട് വിയേർഡായിട്ടുള്ള എവിഡൻസസ് ഉണ്ട്. പബ്ലിക്കലി നമുക്ക് വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും വിശ്വസിക്കുന്നു. ഇതിൽ എല്ലാവർക്കും ചെറിയൊരു സംശയം വന്ന് തുടങ്ങി എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്ത് ദ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിഗറിനെ ഇറക്കി. എന്നിട്ട് അവരെന്ത് ചെയ്ത് എല്ലാ ആൾക്കാരും ലിസാർഡ് പീപ്പിളാണ്, ദർ ഈസ് ലിസാർഡ് പീപ്പിൾ ലിവിങ് എമോങ് അസ് എന്ന് പറയാൻ തുടങ്ങി. അതായത് QAnon എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് അത് കണ്ട. അപ്പോൾ ഈ പിസ്സ ഗേറ്റ് ഒരു സംഭവം ആൾക്കാർ വിശ്വസിക്കണമെന്ന് കണ്ടു. അപ്പോൾ ഇവർ എന്ത് ചെയ്ത് കുറേ ഫേക്ക് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഡൊണാൾഡ് ട്രംപാണ് എല്ലാവരുടെയും രക്ഷകൻ, ഈ ഡൊണാൾഡ് ട്രംപ് വന്ന് എല്ലാവരും രക്ഷിക്കും. ഈ കുറേ ലിസാർഡ് പീപ്പിൾ ഉണ്ട് ഈ പൊളിറ്റീഷ്യന്മാരായിട്ട്, അവർ മനുഷ്യന്മാരല്ല, അവർ ഏലിയൻസാണ്, അവർ വന്ന് ലിസാർഡാണ്, അവർക്ക് രൂപം മാറാൻ പറ്റും, അവരുടെ ശരിക്കും രൂപം ഒരു ലിസാർഡിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അടിച്ചിറക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്തായി, അത് രണ്ടും ഒന്നായി. പിസ്സ ഗേറ്റ് ഒന്നായി, ലിസാർഡ് പീപ്പിൾ ഒന്നായി. ഇത് മറ്റേ ആ ഒരു പരിപാടിയാണ്, അത് ഫേക്കായിരിക്കും, ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ലിസാർഡ് പീപ്പിളാണ്. കണ്ട, അതായത് ഒരു ഫേക്ക് നെറേറ്റീവ് കൊണ്ടുവന്നിട്ട് ഒരു ശരിക്കും ആവാമായിരുന്ന ഒരു സംഭവത്തിനെ ഇല്ലാതാക്കി. ഇതന്നെയാണ് നടക്കുന്നത് ഇവിടെ. ഇതാണ് ഈ കോൺസ്പിറസിൻ്റെ മെയിൻ സംഭവം. ഇവരെന്നെ ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അതിനെ ഇതൊക്കെ ഫേക്ക് എന്ന് പറയിപ്പിക്കും ആൾക്കാരെ കൊണ്ട്. കാരണം എന്ത് ചെയ്തിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു സാധനം അങ്ങോട്ട് ഇടും. പിന്നെ ആൾക്കാരൊക്കെ ഇതിൻ്റെ വഴിക്ക് പോകും. പിന്നെ ഇതിനാർക്കും വേണ്ട. അത്രേ ഉള്ളൂ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എല്ലാ കോൺസ്പിറസിയും വിശ്വസിക്കുന്നത് ഞാനും പറയില്ല, എനിക്കും ഒരു വിശ്വാസമില്ല. എനിക്ക് അതിന് ഏൻഷ്യൻ്റ് ഏലിയൻസ് ആ ഒരു സീരീസ് ഉണ്ടല്ലോ ഹിസ്റ്ററി ചാനലിൻ്റെ, ആദ്യത്തെ എപ്പിസോഡിൽ കിട്ടില്ലനാ അവർ പറയുന്ന കാര്യങ്ങളും കാണിക്കുന്ന കുറേ ഇങ്ങനെ ഈ ഭൂമിയിൽ ഇതൊക്കെ എന്താ സാധനം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ കാണിക്കും. പിന്നെ ഒരു പോക്കാണ്. പിന്നെ അവർക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് അവിടെ അത് എന്തൊക്കെയോ ഒരു വിയേർഡ് സാധനമൊക്കെ കാണിച്ചിട്ട്, ഇത് പണ്ട് ഏലിയൻസ് വന്നപ്പോൾ വിശ്രമിച്ച സ്ഥലമാണ്, അതാണ് അവിടെ ഇങ്ങനെ ഈ കൊഴിഞ്ഞിരിക്കുന്നത്.
അതൊക്കെ പോകണ്ട, ആ മെയിൻ സാധനത്തേക്ക് വന്നാൽ മതി. എന്നിട്ടിപ്പോൾ എന്തായി? അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മൾ UFO പറക്കും തളികയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോവിഡിൻ്റെ സമയത്ത് 2020 അതും ഒരു ഡിസ്ട്രാക്ഷനാണ്. കോവിഡിൻ്റെ സമയത്ത് ഒരു ഫൂട്ടേജ് വിട്ടു അമേരിക്കക്കാർ, ഒഫീഷ്യൽ ഗവൺമെൻറ് പെൻറ്റഗൺകാർ വിട്ടതാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഇനി മുതൽ UFO എന്ന് വിളിക്കുന്നില്ല, UAP അൺഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തു പെൻറ്റഗണിൽ. UAP ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2020 സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ ആ ഒരു ഓഫീസ് ഇപ്പോൾ മാറിയിട്ട് ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് AARO എന്ന് മാറി 2022. അതായത് അമേരിക്കയിൽ ഈ UFOയും ഈ ഏലിയൻ ടെക്നോളജി പോലത്തെ സാധനങ്ങളിലെങ്കിലും വാച്ച് ചെയ്യാനും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാസ്ക് ഫോഴ്സും ഒരു ടീംസ് ഒരു ഓഫീസ് പെൻറ്റഗണിലുണ്ട് റൈറ്റ് നൗ. ആലോചിച്ച് നോക്ക്. ഒന്നുമില്ലാണ്ട് ചെയ്യുക, അവർക്ക് എന്താ പ്രാന്ത? അപ്പോൾ അതാണ്. അപ്പോൾ ദാറ്റ് ഡസൻ പ്രൂവ് ദാറ്റ് ഏലിയൻസ് ആർ ഹിയർ ഓർ ഏലിയൻസ് ആർ ദർ. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. കാരണം ഇങ്ങനെ കോൺസ്പിറസി, അതായത് തൊണ്ടവേദനയാട്ടോ, ശബ്ദമൊക്കെ മാറിയെന്ന് എല്ലാവരും മനസ്സിലാവേണ്ടതൊന്നും അറിയില്ല. ഈ മൈക്കിൽ കൂടെ പറയുമ്പോൾ അറിയണ്ടോ അറിയില്ല, നല്ലൊരു ശബ്ദമൊക്കെ മാറിയിട്ടുണ്ട്. അതായത് ഈ കോൺസ്പിറസീസ് ഇല്ലേ, ഈ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഉണ്ടാക്കല്ലേ, ഒരുപാട് നോട്ടീസ് ചെയ്യുക എന്ന് പറയില്ല. അതായത് ഗ്രേറ്റ് നോട്ടീസിങ് നമ്മൾ ചെയ്തല്ലോ. അതായത് ഇപ്പോൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടൂ മച്ച് ഇൻഫർമേഷനും ഒരു പ്രോബ്ലം തന്നെയാണ്. ടൂ മച്ച് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജ്യൂസിൻ്റെ കാര്യം, അപ്പോൾ നമ്മൾ ജ്യൂസ് എടുത്തു, നമ്മൾ എന്ത് ഹിസ്റ്റോറിക്കായിട്ടുള്ള സാധനം എടുത്താലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിലൊരു ജ്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു സംശയം വരുമോ, ഇനിയിപ്പോൾ ഈ സയനിസ്റ്റുകളുടെ കളിയാണോ? ചിലപ്പോൾ കളിയായിരിക്കും, ചിലപ്പോൾ അല്ലാതെയും ആവാം. എല്ലാം ചെയ്ത് അതായത് ഗ്രേറ്റ് നോട്ടീസിങ് തന്നെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് ഈ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ഇപ്പോൾ ആ ടീംസ് ഇങ്ങനെ എല്ലാം അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇതിലൊരു ജ്യൂ ഉണ്ടല്ലോ, ഇതിലൊരു ജൂയിഷ് കണക്ഷൻ ഉണ്ടല്ലോ, ഇതിലൊരു സയനിസ്റ്റ് കണക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ ഫണ്ടിങ് ചെയ്തിരിക്കുന്നത് ഒരു ജൂയിഷ് ഒരു അതോറിറ്റി ആണല്ലോ, ഇതിൽ മൊസാഡിൻ്റെ ഒരു കളി ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ നമുക്ക് തോന്നും. പിന്നെ നമ്മൾക്ക് എന്തെടുത്താലും പിന്നെ അതന്നെ തോന്നുക. ദാറ്റ് ഡസൻ മീൻ എല്ലാം അങ്ങനെയാണെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്താ സംഭവിക്കാൻ പോകണറിയോ? ഇനിയിപ്പോൾ ഇതിനെ ഫ്ലഡ് ചെയ്യും. ഇനിയിപ്പോൾ ഫ്ലഡ് ചെയ്തിട്ട് അതൊരു ജോക്കായി മാറും. നോക്കിക്കോ, ദ ഗ്രേറ്റ് നോട്ടീസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജോക്കായിട്ട് മാറും, അതൊരു മീമായിട്ട് മാറും. കാരണം ആൾക്കാർ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ഇത് ജ്യൂവാണ് അത് ജ്യൂവാന്ന് പറഞ്ഞിട്ട് അതൊരു അതൊക്കെ ഇവന്മാരുടെ ഓരോ ഈ ആൻറ്റിസെമിറ്റിസം ടീമിൻ്റെ ഓരോ ഇതാണെന്നൊക്കെ കോൺസ്പിരസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ എഴുതിത്തള്ളും. തന്നെ സംഭവിക്കാൻ പോകും. കാരണം അങ്ങനെയായി. എന്ത് പറഞ്ഞാലും ഇപ്പോൾ വേൾഡ് വാർ എടുത്തു തുടങ്ങി, ഹിറ്റ്ലർ നല്ല ആളാണ്, ഹിറ്റ്ലർ അങ്ങനെ തുടങ്ങി. അതിന് പ്രൂഫും കാര്യങ്ങളും അത് പ്രൂഫൊന്നുമല്ല, അവർ ഇങ്ങനെ പറയാൻ തുടങ്ങിയതാ. പക്ഷേ ഉണ്ട് അങ്ങനെ എല്ലാവിടെയും കോൺട്രവേഴ്ഷ്യലായിട്ടൊരു ജൂയിഷ് ഫിഗർ ഉണ്ട്. അപ്പോൾ ആ കണക്ഷൻ ഇങ്ങനെ എത്തുകയാണ്. ഇതൊന്നും വേണ്ട, ഈ ഇൻ്റർനെറ്റിലുള്ള കാര്യമൊന്നും വേണ്ട. എൻ്റെ നാട്ടിൽ നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് ശരിക്കും നടന്നുള്ള സ്റ്റോറി വേണ്ട. അതാണ് ഈ ടു മച്ച് നോട്ടീസിങ് എന്ന് പറയില്ല. അത് ജ്യൂ നോട്ടീസിങ് മാത്രമല്ല, നമ്മളിങ്ങനെ ഈ ഒരു ഇതിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാം അങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അതും ആക്ച്വലി ഒരു വേസ്റ്റ് സാധനം തന്നെയാണ്. എനിക്ക് ഒട്ടൊക്കെ അങ്ങനെ തോന്നും, ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന്. എൻ്റെ നാട്ടിൽ ഒരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്. ഓക്കെ, വലിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജില്ലയിൽ തന്നെ ഒരു അത്യാവശ്യം ഒരു മെയിനുള്ള ഹോസ്പിറ്റൽ ഇതാണ്. കിടലിനാണ്, നല്ല ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്.
നല്ലോണം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് സംഭവം ചെയ്തിരിക്കുന്നത്. എന്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ആ ഒരു സംഭവം മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോയപ്പോൾ ഒരു സംഭവം ഞാനിങ്ങനെ കാണുകയാണ്. അതായത് പുതിയൊരു ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അവർ ഹോസ്പിറ്റലുകാർ. അതിപ്പോൾ ഒരു പരസ്യമാണ്, ഫ്ലക്സും കുറേ ബോർഡും ഹോർഡിങ്സൊക്കെ ഇങ്ങനെ ഉണ്ട്. അതിലവർ പറയുന്നത് ഈ പാമ്പ് കടിച്ചാൽ അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകളൊന്നും ഇനി വേണ്ട, പാമ്പ് എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ, നമ്മുടെ അവിടെ ചികിത്സയുണ്ട്, അടിപൊളി ചികിത്സയുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. പാമ്പിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ടാണ് പരസ്യം. ഞാൻ കണ്ടപ്പോൾ സന്തോഷം, പാമ്പ് ഇനി കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകാമല്ലോ. കാരണം എൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്കൊരു സമാധാനമായി. ഞാനത് കാര്യമായിട്ട് നോക്കുകയും ചെയ്തു, വിചാരിക്കുകയും ചെയ്തു. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും മരുന്നുണ്ടാവണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ അവരെല്ലാം ഫുള്ള് സെറ്റാണ്, ഇത്രയും പരസ്യമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേ വിൽ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അങ്ങനെ ഒരു സംഭവം വരില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടു. പിന്നെ ഞാനത് മറന്നു. അപ്പോൾ എൻ്റെ നാടെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ടൗണൊന്നുമല്ല, കുറച്ച് ഇങ്ങനെ ഒരു കുറച്ചല്ല വില്ലേജ് തന്നെ, ഒരു വില്ലേജ് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ അതായത് ഞാനിവിടെ ഒരു ജീവിക്കാൻ തുടങ്ങിയിട്ടൊരു, ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ച് ഇവിടെ തന്നെ ജീവിച്ചത്. ഇപ്പോൾ ഒരു 10-30 കൊല്ലമായി. ഇതുവരെ അതായത് എൻ്റെ വീടിൻ്റെ കുറച്ച് സൈഡിലും ഇതൊക്കെ ആയിട്ട് കുറേ ഈ കൃഷി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ തൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ എൻ്റെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ സൈഡിലോ എവിടെയും മൂർക്കം പാമ്പിനെ കണ്ടിട്ടില്ല. 30 കൊല്ലത്തിൻ്റെ അടിയിൽ ചേരയുണ്ട്, ചേരസാറുണ്ട്, അറിയാമല്ല, എല്ലാവിടെയും ഉണ്ടാവും. മെയിനായിട്ട് വരുന്ന വിഷമില്ലാത്ത പാമ്പാണ്. അത് വലുതും ചെറുതും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ പോണ കാണാം, ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും, കുഴപ്പമില്ല. പക്ഷേ 30 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇതുവരെ വിഷമുള്ള ഒരു പാമ്പിന് കണ്ടിട്ടില്ല. മൂർക്കം പാമ്പ്, അതും കിടിലൻ മൂർക്കം, മറ്റേ പത്തിയൊക്കെ ഉള്ള ശരിയായ സാധനം. അത് ഒരു തവണയല്ല, 3 തവണ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടു. ഒരു തവണ സിറ്റ് ഔട്ടിൽ കണ്ടു, ഒരു തവണ ചെറിയൊരു ഗാർഡൻ പോലത്തെ സ്ഥലമുണ്ട് അവിടെ കണ്ടു, മൂന്നാമത്തേത് വീട്ടിൻ്റെ സൈഡിൽ വർക്ക് ഏരിയ ഉണ്ട് അവിടെ കണ്ടു. 3 എണ്ണം. അത് റൈറ്റ് ആഫ്റ്റർ ഞാൻ ആ ഹോർഡിങ്സ് കണ്ടതിന് ശേഷമാണ്. അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇവന്മാർ വല്ല കേസ് കൊടുക്കുന്നോ, അതായത് മനസ്സിലാവുന്നുണ്ട. അതായത് ഞാൻ ആ പരസ്യം കാണുന്നു, അതിനുശേഷം കുറേ ഇതുവരെ ഇവിടെ കാണാത്ത കുറേ വിഷമുള്ള പാമ്പുകൾ വീടിൻ്റെ പരിസരത്തും. അപ്പം എൻ്റെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവിടെയും കുറേ ഉണ്ടാവുമല്ലോ. അങ്ങനെ 30 കൊല്ലം കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇതെവിടെ നിന്നു? ഹൂ നോസ്? മനസ്സിലായില്ലേ? ഇതാണ് ഈ ഇത് ഇങ്ങനെ നല്ല രസമാണ്, ഇങ്ങനെ ഉണ്ടാക്കി പോവാം. ഇതിനൊന്നും തെളിവില്ല. ഇതൊക്കെ എന്താണ് സംഭവം? വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഈസ് ടു പ്രൂവ് എ കോൺസ്പിറസി. അതാണ്, അതായത് ഇത് നടന്നിട്ടുണ്ട്, ഇത് സത്യമാണ് എന്ന് പറയാനെന്ന് തെളിയിക്കാനാണ് ഏറ്റവും പാട്. വെറുതെ പറഞ്ഞു പോവാ. അപ്പോൾ നോക്ക്, 9/11 ഇപ്പം ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. 9/11 ഇറ്റ്സ് എ ഇൻസൈഡ് ജോബ്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ ഈ മറ്റേ ടീംസിന്, ബിൻ ലാദൻ്റെ ടീംസ് കാണുകയാണെങ്കിൽ അവർ കുറച്ച് സന്തോഷിക്കും. അത് ഒരു സന്തോഷം അവർക്കുണ്ട്. വേറെ കാര്യമായിട്ട് ഇപ്പോൾ ഒരു പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇന്നതാണ് എന്ന് പറയാൻ ഇപ്പോൾ എവിടെയെങ്കിലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ അസംഷൻസാണ്.
തീവ്രവാദികൾ കുറച്ച് സന്തോഷിക്കുന്നതല്ലാതെ ഇതിന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നമുക്കിങ്ങനെ ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവരിങ്ങനെ പല ഷെയ്ഡി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, പല എവിഡൻസസ് ഡസിൻ മാച്ചപ്പ്. നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ. വാട്ട് ദ ഹെൽ വർ യു തിങ്കിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ലിസ്റ്റേ ഞാൻ എന്നാൽ പോഡ്കാസ്റ്റ് ചെയ്തുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട് ഇനിയും. അപ്പോൾ അത് പ്രൂവ് ആയിട്ടില്ല. അത് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കണ്ടുപിടിച്ചത് മറ്റേ റെഡിറ്റിലും മറ്റെവിടെയൊക്കെ ഉണ്ട്, യൂട്യൂബിലും എല്ലാവിടെയും ഉണ്ട് എന്നല്ലാതെ അത് ദിസ് കോൺസ്പിറസി ഈസ് പ്രൂവ്ഡ് എന്നാരും പറഞ്ഞിട്ടില്ല. ഓക്കെ, അവിടെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ കോണ്ടെക്സ്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഗവൺമെൻറ്റിനെ വിശ്വസിക്കരുത്, വി ഷുഡ് ഓൾവേസ് ക്വസ്റ്റ്യൻ ഗവൺമെൻറ്, വാട്ട് എവർ ദേ ആർ ഡൂയിങ് ദേ ആർ നോട്ട് ഡൂയിങ് ഫോർ അവർ ബെനിഫിറ്റ്. നമ്മളെ നന്നാക്കാനും നമുക്ക് വേണ്ടിയിട്ടൊന്നും അല്ല ഇവരൊന്നും അവിടെ ഇരിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും പറയുന്നതും ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് കിട്ടിയില്ലേ. എന്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ വിശ്വസിക്കരുത്? ഗവൺമെൻറ് പറയുന്നത് 90% നുണയായിരിക്കും എന്ന് എങ്ങനെയാണ് ആ ഒരു ഐഡിയ കിട്ടുക? ഈ വെറുതെ ഒരു രാവിലെ എണിച്ചിട്ട് ഇന്ന് കുറച്ച് കോൺസ്പിറസീസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് എഴുതി വിടുകയല്ലല്ലോ. ചരിത്രം എടുത്ത് നോക്കുമ്പോഴും, ചരിത്രം എന്നല്ല എന്താ പറയുക, പാസ്റ്റ് ഇൻസിഡൻസ് എടുത്ത് നോക്കുമ്പോൾ, പണ്ട് നടന്നിട്ടുള്ള ശരിക്കുള്ള കാര്യം എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ 9/11 ഇൻസൈഡ് ജോബാണെന്ന് പറയുന്നതും ഈ ബാക്കി കുറേ കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഈ ജ്യൂസ് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ നടത്തും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതായത് പണ്ട് ഇസ്രായേൽ സ്റ്റേറ്റുകാർ ഈ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവരെന്നെ മോന്തയ്ക്ക് അടിച്ചിട്ട് പറയും അതായാലും എന്നെ എല്ലാവരും കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമില്ലേ, ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയും. അത് മുന്നേ ചെയ്തിട്ടുണ്ടോ, ഇസ്രായേലുകാർ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതുള്ളത് കൊണ്ടാണ് ഇവരിന് ഇപ്പോഴും സംശയം. അതുപോലെ അമേരിക്ക ഇതുപോലെ 9/11 പോലെ ഇതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഒരു ദിവസം രാവിലെ ഒരാൾക്ക് ഒരു ഐഡിയ കിട്ടി ഇത് ഇവർ അമേരിക്കക്കാർ ചെയ്ത് അങ്ങനെയല്ല. അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ there are some conspiracies that have proven true, സത്യമാണെന്ന് തെളിഞ്ഞിട്ടുള്ള കോൺസ്പിറസീസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇതൊരു ലിസ്റ്റ് പറഞ്ഞ ഒരു 10-30 എണ്ണം ഉണ്ട്. വെറുതെ ഒന്ന് എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ തന്നെ ഒരു 10-30 എണ്ണം കിട്ടും. അതെല്ലാം ഒന്നും പറയാനൊന്നും സമയമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ് വീഡിയോ ആകുമ്പോൾ കുറേ പേര് കാണുന്നില്ലേ. എനിക്ക് ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ ഒരു വീഡിയോ എല്ലാവരും ഒന്ന് കാണുന്നുണ്ട്. അതായത് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സംഭവം മൊത്തം കിട്ടും. അത് നിങ്ങൾ മേട്രിക്സ് എന്ന് വിളിക്കുകയോ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുകയോ നിങ്ങൾക്ക് ഇല്ലുമിനാറ്റി എന്ന് വിളിക്കുകയോ എന്ത് തേങ്ങ വിളിച്ചാലും കുഴപ്പമില്ല. ജ്യൂസ് എന്ന് വിളിക്കുകയോ എന്താണെങ്കിൽ നിങ്ങൾ വിളിച്ചോ. ദർ ആർ സം പവർഫുൾ പീപ്പിൾ ഓർ പവർഫുൾ ഓർഗനൈസേഷൻ ദാറ്റ് ഡൂയിങ് എന്താ പറയുക ഏറ്റവും മോശമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള തെളിവുകളാണ് ഈ കോൺസ്പിറസീസിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വെറുതെ ഇതൊക്കെ കോൺസ്പിറസി ആണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ അതെന്നെ നശിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറും മറ്റേ ഈ ഷീപ്പ് ഇൻ ദ ഹേർഡ് ആവും. അതായത് നമ്മൾ വെറുതെ എന്താണ് മെയിൻ സ്ട്രീം മീഡിയ പറയുന്നത് ഓക്കെ ശരി അങ്ങനൊരു സംഭവമായി മാറും. അതാണ് ബേസിക്കലി ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ കുറച്ച് പേർക്ക് ഇതിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർക്ക്
വിശ്വസിക്കാത്തവർ ഒന്നാമത് ഈ ടൈറ്റിലും ഈ തമ്മിലും ഇത് കണ്ട ആരും കാണുമില്ല, ഇത് ഇത്രയൊക്കെ നേരിടുന്നതൊന്നും കേൾക്കില്ല. അത് വേറെ കാര്യം, അവരിനൊക്കെ ഒഴിവാക്കുന്ന നമുക്ക് കുറച്ച് ഈ മെയിൻ കോൺസ്പിറസി എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ സംഭവത്തിനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ എല്ലാം ഈ സംഭവത്തിൻ്റെ തുടക്കം ഒക്കെ എവിടെയാണെന്നുള്ള ഒരു മെയിൻ ഒരു 6 എണ്ണം നമുക്ക് നോക്കാം. കുറേ എണ്ണമുണ്ട്, എല്ലാം നോക്കാൻ ഒരുപാട് ലെങ്ത്തായി പോകും, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഇങ്ങനെ ഇതിൻ്റെ തന്നെ ഡെറിവേറ്റീവ്സ് പോലത്തെ സാധനങ്ങളാണ്, അതൊന്നും വേണ്ട. മെയിൻ ഒരു സാധനങ്ങളുണ്ട്, ആ ഒരു 6 എണ്ണം സോൾഡ് ആയിട്ടുള്ളത്, അത് നോക്കാം. ആദ്യത്തെ കോൺസ്പിറസി എന്താ വെച്ച് കഴിഞ്ഞാൽ, CIA ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ പിന്നിൽ CIA ആണ്. CIA സോൾഡ് ഡ്രഗ്സ്. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിക്കുക, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ പോലീസ് തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഡ്രഗ്സ് കൊടുത്ത അങ്ങനെ ഉണ്ടാവും. ഡ്രഗ്സ് വിൽക്കാൻ സഹായിച്ച അങ്ങനെ ഉണ്ടാവും. ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ മറ്റേ മരുവാന ആ സാധനമല്ല, നാച്ചുറലി ഉണ്ടാവുന്ന സാധനത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഹാർഡ് ഡ്രഗ്സ് എങ്ങനെ ഉണ്ടാവും? അതായത് ഒരു രാജ്യത്തിനെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ആ രാജ്യത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർക്ക് ഈ ഡ്രഗ്സ് പുഷ് ചെയ്ത് ഡ്രഗ്സ് അവർക്ക് അടിച്ചേൽപ്പിക്കുക. ഈ ഡ്രഗ്സ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും. അതാണ് 1980s സംഭവിച്ച ദ ക്രാക്ക് എപ്പിഡമിക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ദ കൊക്കൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താണെന്ന്. അതെന്താ സംഭവം? ഈ പൊടി പോലെയുള്ള ഈ മുക്കി കൂടെ വലിക്കേണ്ട സാധനം. അതല്ലാണ്ട് വേറൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ മരിച്ച, ഒരുപാട് ആൾക്കാർ ഓവർഡോസ് ആയ ഒരു സംഭവമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കൊക്കൈനെ പിടിച്ചിട്ട് തന്നെ ഇവരെന്തൊക്കെയോ അതിൽ കുറേ കെമിക്കൽസ് എന്തൊക്കെയോ കുറച്ച് ആഡ് ചെയ്തിട്ട് ദ ക്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാക്കി അതിനെ ഇവർ മാറ്റുകയാണ്. എന്നിട്ട് ആ സംഭവം ആൾക്കാർക്ക് കൊടുക്കുക. അതൊരു പുതിയൊരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എവിടെ? അമേരിക്കയുടെ ഉള്ളിലേക്ക്. അതാര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? CIA തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് അമേരിക്കനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അമേരിക്കനെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള CIA അവർ തന്നെ ഇങ്ങനൊരു പുതിയൊരു ഡ്രഗ് ഉണ്ടാക്കിയിട്ട് അമേരിക്കൻ സൊസൈറ്റിയിലേക്ക്, അമേരിക്കൻ സ്ട്രീറ്റ്സിലേക്ക് അവരിറക്കി എന്നാണ് കോൺസ്പിറസി. എന്താണ് സംഭവം? ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്, സംഭവം എന്താണെന്ന് നോക്കാം. അതായത് അറിയാലോ, കോൾഡ് വാറിൻ്റെ സമയത്ത് ഈ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെയൊക്കെ ഈ അമേരിക്കക്കാർ പോയിട്ട് ഇടപെടും. എന്നിട്ട് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കും. നിക്കരാഗ്വയിൽ ഈ സൊമോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്, ഒരു ഡൈനാസ്റ്റി പോലത്തെ. ആ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്നിട്ട് ആ സൊമോസനെ ഇറക്കി. അതെന്ത് പേരാണ്? സാൻഡിനിസ്റ്റ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഭരണമായിരുന്നു പിന്നീട് അവിടെ വന്നത്. അവരുടെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? റഷ്യ. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അന്ന് കോൾഡ് വാറിൻ്റെ സമയത്ത് റഷ്യയിൽ കമ്മ്യൂണിസവും അമേരിക്ക ക്യാപിറ്റലിസവും. അപ്പോൾ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഐഡിയ സ്പ്രെഡ് ചെയ്യുന്നോ അവരൊക്കെ പോയിട്ട് ഇല്ലാതാക്കുക. ഇവരെന്നെ പറയും ഈ കമ്മ്യൂണിസം ഇതൊരു ഐറണിയാണ്. അതായത് ഈ മെയിൻ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസം വേഴ്സസ് ക്യാപിറ്റലിസം ഡിബേറ്റിലൊക്കെ ഇവർ പറയും, നെയിം വൺ കൺട്രി വേർ കമ്മ്യൂണിസം വർക്ക്ഡ്, അല്ലെങ്കിൽ കമ്മ്യൂണിസം കാരണം ഡെവലപ്പായ ഒരു കൺട്രി ഏതാണ് എന്ന് കൊണ്ട് ചോദിക്കും. എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ. അതായത് കമ്മ്യൂണിസം ഒരു ലാർജ് സ്കെയിലിൽ ഇപ്പോൾ റഷ്യയിലുണ്ടായി, അത് ലാർജ് സ്കെയിലിൽ ആക്ച്വലി വർക്കായില്ല. പക്ഷേ ഇങ്ങനത്തെ കുറേ ചെറിയ രാജ്യങ്ങളിൽ ഇവർ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാക്സിമം ഇല്ലാതാക്കാനും ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ഈ കൊലവിളിക്കാനും മെയിനായിട്ട് മുന്നിലുണ്ടായിരുന്ന അമേരിക്കക്കാരാണ്. അവരെന്ത് 10 കൊല്ലം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു. ആരാണ് ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരനെ എതിര് പറഞ്ഞ കോൺട്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിബൽ ആൾക്കാരാണ്. ഈ ഗറില്ല വാർഫെയർ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ അവർ റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എല്ലാവിടെയും ഒരു ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. അത് എല്ലാവിടെയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലും ഉണ്ട്, എല്ലാവിടെയും ഉണ്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഐഡിയോളജീസ് അങ്ങനത്തെ ഉള്ള ആൾക്കാർ, റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഐഡിയോളജീസ് ഉള്ളത്.
സംഭവം മനസ്സിലായില്ല, ആ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് വിങ് എന്ന് പറഞ്ഞാൽ കോൺട്രാസ്റ്റ് ആണ്. ലെഫ്റ്റ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ് ആരാണ് ഈ സ്കാൻഡിനിസ്റ്റക്കാർ. സ്കാൻഡിനിസ്റ്റ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കോൺട്രാക്കാർക്ക് ഈ കോൺട്രാക്കാർക്ക് എന്ത് വേണം? പൈസ വേണം. പൈസ ആരുടെ ഉള്ളത്? അമേരിക്കയുടെ കയ്യിൽ. നേരിട്ട് കൊണ്ട് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാൻ കോൺട്രാ അഫെയറൊക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. ഇറാൻ കോൺട്രാ അഫെയർ ചെറിയൊരു ഓഫ് ടോപ്പിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഇറാൻ കോൺട്രാ അഫെയർ എന്ന് പറയുന്നത് തന്നെ ഈ കോൺട്രാക്കാർക്ക് കുറേ പൈസ വേണം. ഗവൺമെൻറ്റിനെതിരെയല്ലേ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ഗവൺമെൻറ്റും ഒരു ഗ്രൂപ്പ് ഓഫ് മിലിറ്റൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ലേ, പൈസ ഫണ്ടിങ്ങിൻ്റെ കാര്യം വ്യത്യാസമില്ലേ. അപ്പോൾ അമേരിക്കക്കാർക്ക് അത്രയും പൈസ കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് നോക്ക്, 1981 81 to 86 ആണ് ഇറാൻ കോൺട്രാ അഫെയർ നടക്കുന്നത്. അതായത് അമേരിക്കക്കാർ ഇറാന് വെപ്പൺസ് കൊടുക്കുക, എന്നിട്ട് ആ പൈസ അമേരിക്കക്കാർ മേടിക്കില്ല, നേരെ കോൺട്രാക്കാർക്ക് അയച്ചു കൊടുക്കുക. ഇറാൻകാരുടെ അടുത്ത് പറയാം, നിങ്ങൾ ഞങ്ങൾക്ക് പൈസ വേണ്ട, കോൺട്രാക്കാർക്ക് കൊടുത്തോ എന്ന് പറയാം. അപ്പോൾ അമേരിക്ക നേരിട്ട് കോൺട്രാക്ക് സപ്പോർട്ട് ചെയ്തോ പൈസ കൊടുത്തോ എന്ന് നോക്കുമ്പോൾ ഇല്ല, ഇറാനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പൈസ ആക്ച്വലി അതിനുള്ള വെപ്പൺസ് കൊടുത്തത് അമേരിക്ക. അപ്പോൾ അതാണ് ഇറാൻ കോൺട്രാ അഫെയർ. റൊണാൾഡ് റീഗനാണ് അത് ചെയ്തത്. പുള്ളിക്കാരൻ, അതായത് ഈ സമയത്ത് ആലോചിക്കണം, ഈ 81 അമേരിക്ക ഇറാൻ്റെ അടുത്ത് കട്ട ശത്രുവാണ്. ഈ എംബസിയിൽ മറ്റേ പിടിച്ചു വെച്ചല്ലോ, ഈ എംബസിയിൽ ഈ ആർഗോ സിനിമ അത് ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ 66 ഡിപ്ലോമാറ്റ്സിനെ 444 ദിവസം അമേരിക്കൻ എംബസിയിൽ പൂട്ടിയിട്ടു ഇറാൻ്റെ ആൾക്കാർ, ഒരു റവല്യൂഷൻ നടന്നിട്ട്. ഇതൊക്കെ ആ സമയത്താണ് എടുക്കുന്നത്. ആ സമയത്ത് പോലും കണ്ടോ, അവരുടെ ആ ഒരു കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഒരു ഇത് നിങ്ങൾ ആലോചിക്കണം. ശത്രുവിന് പോലും തോക്ക് കൊടുത്തിട്ട് ആ പൈസ എടുത്തിട്ട് അവർ കമ്മ്യൂണിസ്റ്റിനെതിരെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ അമേരിക്ക. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ പുറത്ത് വന്ന്, ഇപ്പോൾ ഈ CIA ആണ് ഈ കൊക്കൈനും മറ്റു സാധനങ്ങളൊക്കെ ഈ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കൊക്കൈനായിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിനെ ഈ അമേരിക്കയിൽ ഇവരുടെ തന്നെ കുറേ ആൾക്കാരുണ്ട്, ഡ്രഗ് ഡീലേഴ്സും വലിയ ഡ്രഗ് ഡീലേഴ്സൊക്കെ ഉണ്ട്. അവരിനെ ഈ കൊക്കൈൻ ഒരു സാധാരണ ഒരു ഡ്രഗ് അല്ലേ, കൊക്കൈൻ അടിച്ചാൽ ഒരു അഡിക്ഷൻ വരും, കുറച്ച് ഹൈപ്പർ ആവും എന്നല്ലാതെ ഈ മരിക്കുക, ഓവർഡോസ് ആവുക, അങ്ങനത്തെ പരിപാടി ഒരുപാടില്ല ഈ കൊക്കൈൻ. അപ്പോൾ അതിനെ ഡേഞ്ചറസ് ആക്കിയിട്ട് സ്മോക്ക് ചെയ്യണ ഒരു പരുവാക്കിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക. അതിനെ, കാരണം അത് അത്ര അഡിക്ഷൻ കൂട്ടുക. കൊക്കൈൻ അഡിക്റ്റീവ് ആണ്, പക്ഷേ ക്രാക്ക് കൊക്കൈനാണ് ഒരുപാട് അഡിക്റ്റീവ്. അതില്ലെങ്കിൽ പറ്റില്ല, മറ്റേ സീനാണ്. കൈൻഡ് ഓഫ് എ മെത്ത് പോലെയാണ് ഈ സംഭവം. അപ്പോൾ ഒരു ആൾ നിങ്ങൾ പരിചയപ്പെടണം, ഗാരി വെബ്. ഓക്കെ, 1996 സാൻ ഹൊസെ മെർക്കുറി ന്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് പുള്ളി ഒരു ന്യൂസ് ആർട്ടിക്കിൾ അങ്ങനെ എഴുതുകയാണ്, ഡാർക്ക് അലയൻസ് എന്ന് പറഞ്ഞിട്ട്. അതായത് നിക്കരാഗ്വൻ ഡ്രഗ് ട്രാഫിക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഓസ്കാർ സാനിയോന്ന അങ്ങനെ എന്തോ ആണ് പേര്. ഒരുത്തൻ്റെ പേര് ഓസ്കാർ, ഒരുത്തൻ്റെ പേര് നോർവിൻ മെനസസ്. ഈ പാബ്ലോ എസ്കോബാറിനൊക്കെ പോലത്തെ ആൾക്കാർ തന്നെ, മനസ്സിലായില്ലേ? നിക്കരാഗ്വയിലാണ് പക്ഷെ അവരുള്ളതെന്നുള്ളൂ. അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാസിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിൽ ഡ്രഗ്സാണ് ഉള്ളത്. ഈ പൈസ, അതാണ് ഈ പൈസ എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ട് കുറച്ച് പൈസ അല്ല, അക്കൗണ്ട് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം മേടിക്കുക, അതൊരു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സിൽ പെടുത്തണം. അവരുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട്, അവർക്ക് പൈസ കിട്ടി, ഡ്രഗ്സ് വിറ്റ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതിനവർക്ക് കോൺട്രാസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. നിക്കരാഗ്വയിലുള്ള ഓസ്കറും നെവിനോ എന്താണ് പേര്, നോർവിൻ, അങ്ങനെ 2 ഡ്രഗ് ട്രാഫിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗാരി വെബ് പോയിട്ട് ഈ ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തു. കിട്ടിലൻ ഒരു സ്റ്റോറിയാണ്. കിൽ ദ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് പുള്ളിനെ കുറിച്ച്. നമ്മുടെ ഹോക്കയില്ലേ, ഈ പേര് ഇത്തിരി എല്ലാവരുടെയും സിനിമ പേര് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. ജെർമി റണ്ണർ അഭിനയിച്ച കിൽ ദ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട്, കിട്ടില്ല സിനിമ. അത് ഇയാളുടെ സ്റ്റോറിയാണ്.
വിശ്വസിക്കില്ല. അതായത് ഇയാൾ നിക്കരാഗി പോയി അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഗവൺമെൻറ് തന്നെയാടേ ഞങ്ങൾക്ക് ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിന് വഴിയൊരുക്കി തരുന്നതെന്നുകൊണ്ട് കണ്ടുപിടിച്ച് ഈ ഒരു ഡാർക്ക് അലയൻസ് പറഞ്ഞിട്ടുള്ളൊരു 3 പാർട്ട് ഒരു എക്സ്പ്ലോസീവ് ഒരു ആർട്ടിക്കിൾ അങ്ങോട്ട് എഴുതി. ഫസ്റ്റ് വൈറൽ ഓൺലൈൻ ന്യൂസോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. അതായത് ഓൺലൈനിലാണ് എന്തോ എഴുതുന്നത് അത് എന്താ പറയുക ഭയങ്കര വൈറലായി. ഫസ്റ്റ് വൈറൽ ഓൺലൈൻ ന്യൂസ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ വായിച്ചു. അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. 1996 അത് എഴുതുന്നത്. 1997 റിസൈൻ ചെയ്യേണ്ടി വന്നു. ആർക്ക്? ഗാരി വെബിന്. അതായത് ഓഫ് കോഴ്സ് ഇത്ര വലിയ ഗവൺമെൻറ് ഏജൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് പ്രഷറും കാര്യങ്ങളൊക്കെ വരില്ലേ. റിസൈൻ ചെയ്യേണ്ടി വന്നു. 1998 CIA ഒരു ഇൻറ്റേർണൽ റിവ്യൂ നടത്തി ഇതിനെക്കുറിച്ച്. അതിൽ സം നോളേജ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് CIA ഹാസ് സം നോളേജ് അബൌട്ട് ദീസ് നിക്കരാഗ്വൻ ഡ്രഗ് ട്രാഫിക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വേറൊരു ന്യൂസ് ആർട്ടിക്കിളും കൂടിയുണ്ട്. അതിൽ പറയുന്നത് CIA ഇൻവെസ്റ്റിഗേറ്റഡ് ദെംസെൽഫ് ആൻഡ് ഫൗണ്ട് ഔട്ട് ദേ ആർ നോട്ട് ഗിൽറ്റി എന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ട് ന്യൂസ് ആർട്ടിക്കിളൊക്കെ ഉണ്ട്. അവരിനെ തന്നെ അന്വേഷിച്ച പിന്നെ എന്തെങ്കിലും കിട്ടുമോ? അപ്പോൾ പുള്ളി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടതിന് ശേഷം ഏറ്റവും വേസ്റ്റ് സംഭവം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 2004 ഡിസംബർ 10 അതായത് ഈ ആർട്ടിക്കിൾ എഴുതി 8 കൊല്ലം കഴിഞ്ഞിട്ട് പുള്ളി അതിനുശേഷം ബുക്കൊക്കെ എഴുതി. പുള്ളി ഈ ഒരു സ്റ്റോറി തന്നെ പുള്ളി ഫോക്കസ്ഡാണ്. പുള്ളി ഇതെന്തൊക്കെയോ ഇതിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി സൂയിസൈഡ് ചെയ്തു 2004 ഡിസംബർ 10. പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തവണ വെടിവെച്ചിട്ടുണ്ട്. 2 സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരെണ്ണമല്ല ഉണ്ടാവുക, 2 എണ്ണം അയാളുടെ ബോഡിയിൽ. വാട്ട് ദ ഫക്ക്. ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല. അങ്ങനെ സൂയിസൈഡാണെന്ന് പറഞ്ഞിട്ട് ഫയൽ അങ്ങോട്ട് മടക്കി ഒഴിവാക്കി. 2014 കിൽ ദ മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുക്കുന്നത്. അതായത് CAക്കാർ അവർ ഫുള്ളായിട്ട് ഞങ്ങളാണ് ഡ്രഗ്സ് വിറ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ ഡ്രഗ്സ് ട്രേഡ് ഉണ്ട്, ഇത് ഞങ്ങൾക്ക് അറിയായിരുന്നു എന്ന് CIA അവസാനം സമ്മതിക്കേണ്ടി വന്നു. കാരണം അത്രയും തെളിവും അത്രയും കാര്യങ്ങളാണ് പുള്ളിയുടെ ബുക്കിലും പുള്ളിയുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ആർട്ടിക്കിളിലെല്ലാം പറഞ്ഞത്. CAക്കാർ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ കമ്മ്യൂണിറ്റിയിലും കൊണ്ട് വിൽക്കുകയല്ല. ബ്ലാക്ക് കമ്മ്യൂണിറ്റി ഇല്ലേ, ബ്ലാക്ക്സ് ജീവിക്കുന്ന സ്ഥലത്തും ഈ ബ്ലാക്സിന് ഡ്രഗ്സ് വിൽക്കുന്ന ഡ്രഗ് ട്രാഫിക്കേഴ്സ് ഉണ്ടാവുമല്ലോ അമേരിക്കയുടെ അകത്ത്, അവർക്ക് മാത്രം ആണ് ഈ ഒരു ഡെഡ്ലി കൊക്കൈൻ്റെ ഫോം അവർ വിറ്റത്. മനസ്സിലായോ? നശിക്കണമെങ്കിൽ ബ്ലാക്സ് നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ഡാർക്ക്നെസ് നിങ്ങൾ ആലോചിച്ചു. ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങൾ. എവിടെ വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഇനി അടുത്തത് നമ്മൾ തംബ്നെയിലിൽ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് സ്ട്രേഞ്ചർ തിങ്സും ഇതായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്കുള്ള ഒരു പേരാണ് MK Ultra. ഓക്കെ, MK Ultra എന്താണ്? MK Ultra പ്രോഗ്രാം, വാട്ട് ഈസ് ദാറ്റ്? കേട്ടോ, 1950s തൊട്ട് 1960s വരെ, അതായത് അന്ന് ഈ ഡ്രഗ്സ്, ഇങ്ങനത്തെ ഈ മൈൻഡ് ഓൾട്ടറിങ് ഡ്രഗ്സ് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1947 ഈ LSD എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. 1943 ആൽബർട്ട് ഹോഫ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഈ ഡ്രഗ്സ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പിന്നെ അത് മാസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ ആൾക്കാരിലേക്ക് എത്തുന്ന ഈ വേറുള്ള ഡ്രഗ്സ് പോലെയല്ല LSD ഹാസ് എ മൈൻഡ് ഓൾട്ടറിങ് പവർ. ഇപ്പം കിട്ടുന്ന LSD ഒക്കെ ഈ മാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടും അത് ഈ ആൾക്കാർക്ക് വിൽക്കാനുള്ള സംഭവമായിരിക്കും. ഈ ഒറിജിനൽ സാധനം ഉണ്ടല്ലോ, ആൽബർട്ട് ഹോഫ്മാൻ്റെ കയ്യിലുള്ള സാധനം, ഓക്കെ, അത് ഇറ്റ് ഹാസ് സം സൂപ്പർ പവർ എന്നാണ്
അന്ന് കാലത്തുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. കാരണം അവരിങ്ങനത്തെ സാധനം കണ്ടിട്ടില്ല. ഈ കൊക്കൈനും മറ്റേതൊക്കെയാണ് ഇവർ കണ്ടിട്ടുള്ളൂ. ഇതെന്താണ് അപ്പോൾ ഇത് ഇങ്ങനൊരു സാധനം എന്ന് അന്നത്തെ ആൾക്കാർ വിചാരിച്ചു. LSD യൂസ് ചെയ്തിട്ട് മൈൻഡ് ഓൾട്ടറിങ് ആൻഡ് മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത പ്രോഗ്രാമിനെയാണ് MK Ultra എന്ന് പറയാം. അതിനവർ ഉപയോഗിച്ച ഐറ്റംസ് LSD, ഹിപ്നോസിസ്, സെൻസറി ഡിപ്രവേഷനോ എന്തോ ഒരു സാധനം. ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ ഒന്നും ഒരു ഐഡിയ ഇല്ല. എന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. ഫ്ലോട്ടിംഗ് ടാങ്ക് ഇല്ലേ, നമ്മൾ സ്ട്രേഞ്ചർ തിങ്സിൽ ഒരു ഏത് സീസൺ ഓർമ്മയില്ല, ഒരു സീസണിൽ ഇങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ടാങ്കിൽ കിടക്കുന്നുണ്ട് 11. അതായത് സെൻസറി ഡിപ്രവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസറിനെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് നമ്മൾ വേറെ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് പോവുക. ഫ്ലോട്ടിംഗ് ടാങ്കിൻ്റെ പേർപ്പസാണ് അത് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് ടാങ്ക് കൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ടോർച്ചർ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തത്. അമേരിക്കയിലും കാനഡയിലുള്ള അമേരിക്കൻ സിറ്റിസൻസിനെ അതുപോലെ മെൻ്റൽ പേഷ്യൻസിനെയാണ് ഇവർ മെയിനായിട്ട് ഇത് ഉപയോഗിച്ചത്. എന്തിനാണിത് ഉപയോഗിക്കുന്നത്? ഈ ട്രൂത്ത് സെറം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ഒരു മരുന്നുണ്ട്, ആ മരുന്ന് കൊടുത്താൽ സത്യം മാത്രമേ പുറത്തേക്ക് വരുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള സംഭവം. അതായത് ഈ 50s 60s കൊറിയൻ വാറും അങ്ങനത്തെ കുറേ യുദ്ധങ്ങളും, പിന്നെ ഈ 60s കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിയറ്റ്നാം വാർ, അങ്ങനെ ഒരുപാട് യുദ്ധങ്ങളാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്പൈ വർക്ക്, ഒരുപാട് ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഈ സ്പൈ അങ്ങനത്തെ ഒരു സംഭവമില്ലേ, ഈ ചാരന്മാർ കുറേ വരും, ഈ അമേരിക്കൻ ഈ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്യും, കാരണം ഇവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു പാനിക് മോഡിലാണ് അതിലുള്ളത് അമേരിക്കൻ ഗവൺമെൻറ്റും ഈ CIA പോലത്തുള്ള സംഘടനകളൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് ചെയ്യണം. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ജർമ്മനിക്കാർ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ അമേരിക്കക്കാർ ഓടിപ്പോയി ഉണ്ടാക്കിയത്. ആ ഒരു കഥയൊക്കെ ഓപ്പൺഹൈമറിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. ജർമ്മനിക്കാർ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ റഷ്യക്കാരും മറ്റുള്ള ടീംസുകളും ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്കിത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ എക്സ്പെരിമെൻറ്റ്സ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഈ സത്യം പുറത്തു വരാനുള്ള മരുന്നോ അങ്ങനെ അതൊക്കെയായിരുന്നു ഇവരുടെ എൻഡ് ഗോൾ എന്ന് പറയുന്നത്. അലൻ മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാനഡയിലുള്ള ഡോക്ടർ ഇവൻ കാമറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ, അയാളാണ് ഇതിൻ്റെ ഭയങ്കര ഇൻഫേമസ് ആയിട്ടുള്ള ആൾ. ഇൻഫേമസ് എന്തോ സംഭവം, അതായത് തല്ലിപ്പൊളി ആൾ, അത്ര അറിഞ്ഞാൽ മതി. അതായത് ഇയാളുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ ശരിക്കും ഉള്ളതാണ്. ഇതിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അവരുടെ അച്ഛനും അമ്മയും അനുഭവിച്ച കാര്യങ്ങളൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ, ഇൻസുലിൻ കോമയിൽ കയറ്റും അത്ര. അതായത് നമ്മുടെ ശരീരത്തിൽ അറിയാലോ, ഷുഗർ ഇപ്പോൾ ഇല്ലാതിരുന്നതിന് നമ്മളൊരു കോമയിലേക്ക് പോകും. ഇൻസുലിൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ വേണമെന്ന് വെച്ച ആൾക്കാരുടെ കോമയിലേക്ക് വിട്ടിട്ട് ആ കോമയിൽ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ എളുപ്പമാണെന്ന് തോന്നുന്നു, അറിയില്ല. ഇൻസുലിൻ കോമയിലേക്ക് ആൾക്കാരനെ തള്ളിവിടും. ആൾക്കാരനെ ഇൻസുലിൻ കോമയിൽ കിടത്തിയിട്ട് ടേപ്പ് റെക്കോർഡറിൽ, പണ്ട് കാസറ്റാണല്ലോ, അപ്പോൾ കാസറ്റിൽ ഒരു മെസ്സേജ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേൾപ്പിച്ചുകൊണ്ടേയിരിക്കും. മദർ ഹേറ്റ്സ് യു. ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അയാളുടെ അമ്മ നിന്നെ ഹേറ്റ് ചെയ്യുന്നു, യുവർ മോം ഹേറ്റ്സ് യു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഇങ്ങനെ കേൾപ്പിക്കും അത്ര. അത് ദിവസങ്ങൾ പോകും, 10-36 ദിവസമൊക്കെ കോമയിൽ കിടത്തുന്ന പറയുന്നു. ഒരുപാട് ഇങ്ങനത്തെ വിയേർഡായിട്ടുള്ള ഒരുപാട് എക്സ്പീരിമെൻറ്റ്സ് ഇങ്ങനത്തെ കുറേ CIA അണ്ടറിലും US ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പല റിസർച്ച് ഫെസിലിറ്റിയിലും ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. വേറൊരു സംഭവം നിങ്ങൾ കേട്ടോ, ഓക്കെ. ഈ MK Ultra പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ്. അതായത് ഇതൊക്കെ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് MK Ultra. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തന്നെ സബ്സിഡറി കുറേ പ്രോഗ്രാംസ് വന്നിട്ടുണ്ട്. 2 മെയിൻ പ്രോഗ്രാംസ് ഉള്ള ഒരു ഫസ്റ്റ് പ്രോഗ്രാം പ്രൊജക്റ്റ്
ആർട്ടിച്ചോക്ക് എന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. പ്രോജക്റ്റ് ബ്ലൂ ബേർഡ് എന്നാണ് ഇതിന് ആദ്യം അറിയപ്പെടുന്നത്. ഇനീഷ്യലി നോൺ ആസ് ബ്ലൂ ബേർഡ് എന്നാണ്, പ്രോജക്റ്റ് ബ്ലൂ ബേർഡ് എന്നാണ്. പിന്നെ ഇതിനെ പ്രോജക്റ്റ് ആർട്ടിച്ചോക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഒന്ന് വായിക്കാം. നിങ്ങൾ ഇത് ഈ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. Primary goal of Project Artichoke was to determine whether a person could be involuntarily made to perform an act of attempted assassination. അതായത് ഇൻവോളണ്ടറിലി, അതായത് ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അയാളെ കൊണ്ട് ഒരു കൊലപാതകമോ ഒരു ആക്ട് ഓഫ് അറ്റംപ്റ്റഡ് അസാസിനേഷൻ എന്നാണ് അവർ പറയുന്നത്. അത് ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കൊലപാതകം അയാൾ അറിയാതെ തന്നെ അയാളെ കൊണ്ട് ചെയ്യാൻ ഒരു കഴിയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതാണ് ഈ പ്രോജക്റ്റ് ആർട്ടിച്ചോക്ക് എന്നുള്ളത്. എത്ര എക്സാമ്പിൾ വേണം? JFK അസാസിനേഷൻ, ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട് ചാർലി കിർക്ക്, ഡൊണാൾഡ് ട്രംപ്, എല്ലാ സംഭവം ഇല്ലേ? ഇതിലൊക്കെ ഒരാൾ വന്നിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഹൗ ഈസ് ദാറ്റ് ഈവൻ പോസിബിൾ? അതിൻ്റെ റൂട്ട്സ് എവിടേക്കാണ് പോകുന്നത്? MK Ultraൻ്റെ സബ്സിഡിയറി പ്രൊജക്റ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആർട്ടിച്ചോക്കിലേക്കാണ് പോകുന്നത്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയിട്ട് ഒരാളുടെ മൈൻഡിനെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മനഃപൂർവ്വം, ചിലവർക്ക് ഓൾറെഡി ബോൺ ആയിരിക്കും, ചിലവർക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ പേഴ്സണാലിറ്റീനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇതെല്ലാം പ്രൂഫാണ്. 1953 തൊട്ട് 1973 വരെയാണ് MK Ultra പ്രോഗ്രാം ഉണ്ടായിരുന്നത്. 1975 ചർച്ച് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി ഈ ഒരു MK Ultra പ്രോഗ്രാമിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് MK Ultra ഒറിജിനലാണ് ഉള്ളതാണ്, പ്രോജക്റ്റ് ആർട്ടിച്ചോക്ക് ഉള്ളതാണ്. CIA ഹെഡ് ഉണ്ട് അന്ന്, റിച്ചാർഡ് ഹെൽംസ് ആണ് പുള്ളിയുടെ പേര്. പുള്ളി 1973 ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ ഡിസ്ട്രോയ് ചെയ്തു. കുറേ ഇവരുടെ എക്സ്ട്രീം സാധനങ്ങളൊക്കെ ഉണ്ട്, മെൻ്റൽ പേഷ്യൻസൊക്കെ ഉണ്ട്. അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്താലും ആർക്കും ഒന്നും അറിയ പോലുമില്ല. അവരുടെ എക്സ്പെരിമെൻ്റ് ചെയ്തതൊക്കെ മുക്കിയിട്ടുണ്ടാവും, മെയിൻ സാധനങ്ങളൊക്കെ മുക്കി, ബാക്കിയുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ആലോചിച്ച് നോക്കും, ഇവരെന്തായിരിക്കും മുക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തായിരിക്കും? എന്നിട്ട് അതിന് സർവൈവ് ചെയ്ത അന്ന് ഈ റിച്ചാർഡ് ഹെംസ് പറഞ്ഞിട്ട് മുക്കിയ കുറേ പേജസ് നിന്ന് സർവൈവ് ചെയ്ത സാധനങ്ങൾ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. MK Ultra ഡോക്യുമെൻറ്റ്സ് CIA അടിച്ച ഇഷ്ടം പോലെ ഡോക്യുമെൻറ്റ്സും അതിൻ്റെ സംഭവങ്ങളും എല്ലാം ഉണ്ട്. ചർച്ച് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത്. ദേ എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ദിസ് ഈസ് ആൻ ആക്ച്വൽ തിങ് ഹാപ്പൻഡ് ഇൻ അമേരിക്ക. ഇങ്ങനെ ഒരു സത്യമായിട്ടുള്ള സംഭവം ഉണ്ട്, ഇതൊരു കോൺസ്പിറസി അല്ല. നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ് മൈൻഡ് ഓൾട്ടറിങ് ചെയ്യാൻ പറ്റും. ഒരു കില്ലർ ഉണ്ടെങ്കിൽ ആ കില്ലർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അയാൾ അത് ഒരാളെ കൊല്ലണമെന്ന് എങ്ങനെ ഇയാൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് അയാൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലുക്ക് ഇൻ ടു MK Ultra. ബൂം, ഇതാണ് സംഭവം. അടുത്ത പ്രോഗ്രാം ഇതാണ് സ്ട്രേഞ്ചർ തിങ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രോഗ്രാം, സ്റ്റാർഗേറ്റ് പ്രോഗ്രാം. ഓക്കെ, ഇത് അവസാനിച്ചപ്പോൾ നമ്മുടെ MK Ultra അവസാനിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ള സയൻറ്റിസ്റ്റുകളും അതിനുള്ള ആൾക്കാരൊക്കെ വേറെ അവർക്ക് പണി വേണ്ടേ, അപ്പോൾ അവർ വേറെ പ്രോഗ്രാം തുടങ്ങി, സ്റ്റാർഗേറ്റ് എന്ന് പറഞ്ഞിട്ട്. 1970 to 1995 വരെ ഉണ്ടായിരുന്നു. റിമോട്ട് വ്യൂയിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിത് വിശ്വസിക്കില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ഇതൊക്കെ ഉണ്ടാക്കി പറയുന്നതെന്നേ പറയുള്ളൂ. ഞാൻ വെറുതെ വന്നിട്ട് പറയുന്നു. ഒരു സംഭവം ഉണ്ടേ, നമുക്ക് ചില ആൾക്കാർക്ക് ചില സൈക്കിക് കഴിവുകളുണ്ട്. അത് കാരണം നമുക്ക് ഇവിടെ ഇരുന്നിട്ട്, ഇപ്പോൾ എനിക്കിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട്, ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പുടിൻ എന്താ ചെയ്യുന്നത് എന്ന് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കേരളത്തിൽ ഇന്ത്യയിലുള്ള ഈ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ കണ്ണടിച്ചിരുന്ന അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഏതാ ഇവൻ എന്ന് ചോദിക്കില്ലേ?
ഇതാണ് റിമോട്ട് വ്യൂവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. ഹിഡൻ ഒബ്ജക്ട്സിനെയും ദൂരെയുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിനെയും മൈൻഡ് യൂസ് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന പ്രോഗ്രാമാണ് സ്റ്റാർഗേറ്റ് പ്രോഗ്രാം. അതായത് കൈൻഡ് ഓഫ് സൂപ്പർ പവർ. ഇപ്പോൾ 11 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ആ കുട്ടിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട്. അതുപോലെ സൂപ്പർ പവർ ഉള്ള ആൾക്കാരിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ സ്റ്റാർഗേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ചുമ്മാ പറയുന്നില്ല, ആൾക്കാരുണ്ട്, റിയൽ പീപ്പിളാണിത്. ഇൻഗോ സ്വാൻ, പാറ്റ് ട്രൈസ്, ജോസഫ് മെക്മൺഗിൾ എന്നോ എന്തോ ആണ്. ഈ ഇങ്ങനെ 3 ആൾക്കാർ എൻ്റെ പേരടക്കം പറഞ്ഞു. ഇവരാണ് ഫേമസ് ആയിട്ട് റിമോട്ട് വ്യൂവിങ്ങിന് ഫേമസ് എന്നും പറയുന്നുണ്ട്. 1995 ഡീക്ലാസിഫൈ ചെയ്തു ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും. 2000 പബ്ലിക്കും ആക്കി. CIA സ്റ്റാർഗേറ്റ് കളക്ഷൻ എന്ന് വെറുതെ ഗൂഗിൾ അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോഡ് ഡോക്യുമെൻ്റ് കിട്ടും. ഇറ്റ്സ് റിയൽ. വേറൊരു ഈ റിമോട്ട് വ്യൂവിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം സാധനമുണ്ടോ, അതൊക്കെ കണ്ടതിന് പ്രാന്താവും. മെയ് 22, 1984 ഓക്കെ ഒരു മാർസ് എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട് റിമോട്ട് വ്യൂവിങ് വെച്ചിട്ട്. ഫക്ഡ് അപ്പ് എന്ന് പറയാനുള്ളൂ. ഒറിജിനൽ ഡോക്യുമെൻ്റാണ്. നിങ്ങൾ വെറുതെ മാർസ് എക്സ്പ്ലോറേഷൻ സ്റ്റാർഗേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും. PDF CIA ഡോക്യുമെൻ്റാണിത്. അതിൽ പറയുന്നത് 1 ബില്യൺ BC കുറച്ച് പഴയ കാലത്തേക്കാണ് പോയത് ഇയാൾ. ഈ ജോസഫ് മെക്മൺഗിൾ എന്ന് പറഞ്ഞില്ല, അയാളാണ് കേട്ടോ ഇത് ചെയ്തത്, ഈ റിമോട്ട് വ്യൂവിങ് ചെയ്തത്. അയാൾ പോയപ്പോൾ മാർസിൽ പിരമിഡ് പോലത്തെ കുറേ സ്ട്രക്ചേഴ്സ്, മെഗലിത്തിക് സ്ട്രക്ചേഴ്സ്, ഭയങ്കര സ്മൂത്ത് സർഫസ് ഉള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, വളരെ എന്താ പറയുക, വയസ്സായിട്ട് ഒന്നിനും വയ്യാത്ത കുറേ ആൾക്കാർ, ദേ ആർ എബൌട്ട് ടു ഡൈ എന്നുള്ള രീതിയിലുള്ള കുറേ ആൾക്കാരിനെ ഇയാൾ അവിടെ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്, റിമോട്ട് വ്യൂയിങ് ചെയ്തിട്ട്. ശരിക്കുള്ള ഡോക്യുമെൻ്റാണ് ഇത്. നിങ്ങൾ ഈ ഡോക്യുമെൻ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരാൾ വന്ന് വിളിച്ച് പറഞ്ഞാൽ എന്ത് പറയും? ഇറങ്ങി പോടേ എന്ന് പറയില്ലേ? അവിടെയാണ് കളി. ഇനി അങ്ങനത്തെ വൈൽഡൊക്കെ വിട്. ഓക്കെ, ഗൾഫ് ഓഫ് ടോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഗൾഫ് ഓഫ് ടോക്കിനിൽ എന്താണ് സംഭവം? ഒഫീഷ്യൽ സ്റ്റോറി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയറ്റ്നാം വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റോറി. ഓഗസ്റ്റ് 2, 1964 USS മാഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ നേവി ഷിപ്പിൽ 3 നോർത്ത് വിയറ്റ്നാമീസ് ടോർപിഡോ ബോട്ട്സ് വന്ന് അറ്റാക്ക് ചെയ്തു ഗൾഫ് ഓഫ് ടോക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ടോൺകിനോ എന്താണെന്നറിയില്ല, ടോൺകിൻ എന്ന് പറയാം നമുക്ക്. ഗൾഫ് ഓഫ് ടോൺകിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 3 വിയറ്റ്നാമീസ് ടോർപിഡോ ബോട്ട്സ് വന്നിട്ട് US മാഡോക്സിനെ അറ്റാക്ക് ചെയ്തു. USS മാഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പിന്. ഓക്കെ, വിയറ്റ്നാമിൽ ചെറിയൊരു കോൺടാക്ട്സ് പറഞ്ഞാൽ നോർത്തും സൗത്തും ഉണ്ട്. സൗത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, നോർത്ത് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ബോട്ട് വന്നിട്ട് ഈ അമേരിക്കക്കാരനെ അറ്റാക്ക് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 2 അത് ചെയ്തത്. ഓഗസ്റ്റ് 4, 1964 USS ടേണർ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഷിപ്പിനെ ടോർപീഡോ ബോട്ട് വീണ്ടും അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് റഡാറിൽ കണ്ടുപിടിച്ചു, അത് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 അറ്റാക്കും കൂടി ആയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം തന്നെ 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 7 ഗൾഫ് ഓഫ് ടോൺകിൻ റെസൊല്യൂഷൻ പാസ്സാക്കി കോൺഗ്രസ്സുകാർ. അമേരിക്കൻ പ്രസിഡൻറ്റ് പറഞ്ഞിട്ട് ഗൾഫ് ഓഫ് ടോൺകിൻ റെസൊല്യൂഷൻ പാസ്സാക്കി യുദ്ധത്തിന് പോവുക. ഇനി ഒന്നും നോക്കണ്ട, നമ്മുടെ നേവി ഷിപ്പിനെ അറ്റാക്ക് ചെയ്തോ ഗൾഫ് ഓഫ് ടോൺകിനിൽ വെച്ചിട്ട്, വിടുവണ്ടി ഇറക്ക് പട്ടാളക്കാരുടെ, ഇനി യുദ്ധം തന്നെ. 58,000 അമേരിക്കൻ പട്ടാളക്കാരും മില്യൺസ് ഓഫ് വിയറ്റ്നാമീസ് സിവിലിയൻസും പട്ടാളക്കാരും മരിച്ചിട്ടുണ്ട്. അത് എപ്പോഴും ഇങ്ങനെയാണ്. അമേരിക്കക്കാർ യുദ്ധത്തിന് പോകും, അമേരിക്കൻ പട്ടാളക്കാരനെ മരിച്ചതൊക്കെ കറക്റ്റ് കണക്കുണ്ടാവും. വിയറ്റ്നാമിലോ ഇറാഖിലോ എത്ര പേര് മരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മില്യൺസ്.
മറ്റേ തൗസൻഡ്സ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ഇത്ര എണ്ണം അതൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ സംഭവമാണ് ഈ വിയറ്റ്നാം യുദ്ധം ഒരു കാലത്ത്. കാരണം അമേരിക്കയ്ക്ക് ജയിക്കാനേ പറ്റുന്നില്ല. ഗറില്ല വാർഫെയറാണ് വിയറ്റ്നാംകാർ, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ മിഡിൽ ഈസ്റ്റ് മറ്റേ ടീംസിനെ പോലെയല്ല, അവർ ഒത്തൊരുമയില്ലാത്ത ടീംസല്ല. വിയറ്റ്നാം പറഞ്ഞാൽ അവർക്ക് ആ നാഷണലിസം പറഞ്ഞാൽ ആ ഒരു പവർ അവരവിടെ ശരിക്കും കാണിച്ചു. തോറ്റോടിയതാണ് അമേരിക്ക, ഞങ്ങൾക്കിനി വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു സംഭവം നോക്കിയപ്പോൾ കുറേ ഡെക്കേഡ്സ് ലേറ്ററാണ് അവർ ഒരു NSAൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ, പെൻറ്റഗൺ ഡോക്യുമെൻറ്റ്സ് ഡീക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു സംഭവം കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇൻസിഡൻറ്റിൽ October 2 നടന്ന ഇൻസിഡൻറ്റിൽ USS മാഡോക്സിൻ്റെ കാര്യം അത് ഉള്ളത് തന്നെയാണ്. ഈ ടോർപിഡോ ബോട്ട് വന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആരും അറ്റാക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ USS മാഡോക്സ് ആണ്. അതായത് USS മാഡോക്സ് ഇനിഷ്യേറ്റഡ് ദ അറ്റാക്ക് ഓൺ ദിസ് നോർത്ത് വിയറ്റ്നാമീസ് ബോട്ട്. അവരുടെ കയ്യിൽ ഷിപ്പൊന്നുമില്ല, അവരുടെ കയ്യിലൊക്കെ ബോട്ടാണുള്ളത്. അവരിനെ USS മാഡോക്സ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്തു. അതിൻ്റെ തിരിച്ച് ടോർപിഡോ വിട്ടതാണ് August 2. August 4 USS ടേണർ ജോയ് ഇൻസിഡൻ്റ് ഇല്ലേ, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതായത് ദ ഹോൾ വാർ ആൻഡ് ദ ഹോൾ ഇത്രയും ആൾക്കാർ നഷ്ടങ്ങളും ആൾക്കാർ മരിച്ചതും ഈസ് ബിൽറ്റ് ഓൺ എ ഫേക്ക് ഇൻസിഡൻറ്റ്. അങ്ങനൊരു സംഭവമില്ല. August 4 ഒന്നും നടന്നിട്ടില്ല. ഫസ്റ്റ് ഇൻസിഡൻറ്റ് US പ്രൊവോക്കേറ്റഡ് ഇറ്റ്, രണ്ടാമത്തെ ഇൻസിഡൻറ്റ് നെവർ ഹാപ്പൻഡ്. വിയറ്റ്നാമിലേക്ക് യുദ്ധത്തിന് പോയ കഥയാണത്. ഫോർമർ സെക്രട്ടറി ഓഫ് ഡിഫൻസ് റോബർട്ട് മെക്നമറ, ഒരാൾക്കാരുടെ പേര് റോബർട്ട് മെക്നമറ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, മെക്നമറ എന്തോ ആണ് കേട്ടോ, അയാൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം. അയാളും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. വെറുതെ ഡോക്യുമെൻറ്റ്സ് മാത്രമല്ല, ആൾക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ യുദ്ധത്തിന് പോയി മരിച്ച ആൾക്കാരുടെ ആര് സമാനം പറയും? സെയിം സംഭവമാണ് 2003 ഇറാഖിൽ സംഭവിച്ചു. വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ പോയി, അവിടെ വെപ്പണും ഇല്ല, ഒരു കോപ്പുമില്ല. സദാമിൻ്റെ കുറേ പൈസയും കുറേ കാറും മാത്രമുണ്ട്. അയാളെയും പിടിച്ചു. ഇതാണ് സംഭവം. യുദ്ധത്തിന് പോകണം പറഞ്ഞാൽ ഇവർ തന്നെ ഒരു ഫോൾസ് ഫ്ലാഗ് ഉണ്ടാക്കും. ഇതാണ് ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ. അതായത് ഇവർ തന്നെ ഇവരിനൊരു അറ്റാക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ട് എന്ന് ഇവർ നുണ പറയുക. എന്നിട്ട് ഞങ്ങൾ പോവാണ്, ഇനി യുദ്ധം തന്നെ. ഈ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് എന്ത് ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും നമുക്കൊരു സംശയം വരിക. ഇതിനിപ്പോൾ ഇവരിങ്ങനെ ആയിരിക്കുമോ? ഗൾഫ് ഓഫ് ടോങ്കിൻ നടന്ന ഇൻസിഡൻറ്റ് പോലെ ആയിരിക്കുമോ ഇവരിപ്പോഴും ചെയ്യുന്നത് എന്ന് സംശയം വരുന്നത് ഈ ഒരു സംഭവം കൊണ്ടാണ്. സിമ്പിൾ ലോജിക്. ഇനി അടുത്തത്, നമ്മളെ ജ്യൂസ് ഇല്ലാണ്ടൊരു കോൺസ്പിറസി ഉണ്ടോ? ലാവോൺ അഫെയർ. ലാവനാണോ ലാവോൺ ആണോന്നും അറിയില്ല, ഞാൻ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നോക്കാമെന്ന് വയ്യ. ലാവോൺ അഫെയർ ഈജിപ്തിൽ 1954 നടന്ന ഒരു സംഭവമാണ്. അന്നത്തെ ഈജിപ്ത് പ്രസിഡൻറ്റ് ഗമൽ അബ്ദർ നാസർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് കുറച്ചിട്ട് അമേരിക്കയുടെ സൈഡിലേക്ക് പോകാൻ നോക്കി. ഓക്കെ, അതായത് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം അമേരിക്കയുടെ ഇൻഫ്ലുവൻസിൽ അമേരിക്കയുടെ അടുത്തേക്ക് അടുക്കാൻ നോക്കി, അമേരിക്കയായിട്ടൊരു കൊളാബ് ചെയ്യാൻ നോക്കി. അതായത് ഇപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയാം, പണ്ടൊക്കെ ആണെങ്കിൽ എന്താ ഒരു ബന്ധം സ്ഥാപിക്കാൻ നോക്കി എന്ന് പറയാം. മിഡിൽ ഈസ്റ്റുകാരെപ്പോഴും അമേരിക്കയ്ക്ക് എതിരാണല്ലോ. അപ്പോൾ ആ സമയത്ത് കേട്ടോ, ഇപ്പം എതിരല്ല, ആ സമയത്ത് ആകെ അവിടെ ഉണ്ടായിരുന്ന അമേരിക്കയുടെ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കട്ട അലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലാണ്. അപ്പോൾ ഈ US ഈജിപ്തുകാരും കൂടെ ഒന്നിച്ചാൽ അത് ആർക്കാണ് ഏറ്റവും പ്രശ്നം? ഇസ്രയേലിനാണ് ഏറ്റവും പ്രശ്നം. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവാൻ പാടില്ല. അങ്ങനെ ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാൽ
അപ്പം നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 6 Day War 67 6 Day War വന്നിട്ടുണ്ട് അന്ന്. അതായത് ഈ സംഭവം കഴിഞ്ഞിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് 6 Day War വന്നത്. അന്ന് ഇസ്രായേലും ഈജിപ്തുകാരും കൂടിയിട്ടാണ് ഫൈറ്റ് നടന്നത്. എന്നിട്ടാണ് സിനായ് പെനിൻസുലയൊക്കെ പിടിച്ചെടുത്തത് ഇസ്രായേൽ ഈജിപ്തിൻ്റെ. അതേപോലെ നിങ്ങൾ ആ ഒരു ഹിസ്റ്ററി, ഈ ഈജിപ്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ എപ്പോഴും US ലീനിങ് ആയിട്ടാണ് അവർ നിന്നിട്ടുള്ളത്. അതിനുള്ളത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 1978 ഡേവിഡ് അക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ സിനായ് പെനിൻസുല അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സംഭവമാണ്. അതായത് ഓൾറെഡി പിടിച്ചത് മടക്കി കൊടുക്കാനുള്ളത്. പിന്നെ അതുപോലെ എപ്പോഴും എന്താ പറയുക, ആദ്യത്തെ ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റായിട്ട് അംഗീകരിച്ചത് മിഡിൽ ഈസ്റ്റിലെ ഫസ്റ്റ് കൺട്രിയോ അങ്ങനെ എന്തോ ആണ് ഈ ഈജിപ്ത്. അത് ഈ അമേരിക്കൻ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പണ്ടോട്ടേ അവർ എപ്പോൾ തുടങ്ങിയതാണ് ഈ അമേരിക്കയിലോട്ടുള്ള ചാഞ്ചാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1954 സ്റ്റാർട്ട് ചെയ്തതാണ്. കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവം, അമേരിക്കയ്ക്ക് ഒരു സപ്പോർട്ടായിട്ട് ഈജിപ്ത് നിൽക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ. ഓക്കെ, അന്നത്തെ പൊളിറ്റിക്സിന് അത് എതിരാണ്. കാരണം ഇസ്രായേലാണ് ഇവരുടെ ശത്രു ഈ മിഡിൽ ഈസ്റ്റിലെ ബാക്കിയുള്ള രാജ്യങ്ങളുടെയൊക്കെ. കാരണം ഇവരൊക്കെ യുദ്ധത്തിന് പോയത്, ഈ ബാക്കിയുള്ള അറബ് കൺട്രീസ് എല്ലാം ഈ ഒരു യുദ്ധത്തിന് പോകുന്നത് ഇസ്രായേലിൻ്റെ അടുത്താണ്. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക. അപ്പോൾ ആ ഒരു സമയത്താണ് ഈജിപ്തുകാർ ഞങ്ങളൊന്ന് അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അത് ആർക്ക് പിടിച്ചില്ല? ഇസ്രായേലിനെ പിടിച്ചില്ല. ഇത് ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മറ്റേ കഥയൊക്കെ പറയുന്ന പോലെ അവന് ഇഷ്ടമല്ല, അപ്പോൾ ഇവന് ഇഷ്ടമല്ല, അപ്പോൾ അവൻ്റെ ശത്രു, ശത്രുവിൻ്റെ ശത്രു അങ്ങനെ ചുമ്മാ പറയുന്നൊന്നല്ല. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ തന്നെയാണ്. ഒരുമാതിരി പിള്ളേർ കളി പോലെയാണ് ഈ മൊത്തം ജിയോ പൊളിറ്റിക്സ്. ഇതാ കേട്ടോ, എന്ത് ചെയ്യണം ഇസ്രായേലിനപ്പോൾ എന്ത് വേണം? ഈജിപ്തിനെ വെസ്റ്റിൻ്റെ മുന്നിൽ ഒരു മോശക്കാരാക്കിയിട്ട് ഇവിടെയുള്ള ആൾക്കാരൊന്നും ശരിയല്ല, ദിസ് ഈസ് അൺസ്റ്റേബിൾ പ്ലേസ്, ഇവിടെ ഇവരുമായിട്ട് എന്ത് ഡീൽ ഉണ്ടാക്കാനും പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കണം. അങ്ങനെ എത്തിച്ചാൽ പിന്നെ ഒരു ഡീൽ ഉണ്ടാക്കില്ലല്ലോ അമേരിക്ക ഈജിപ്തും തമ്മിൽ. അതിനെന്ത് ചെയ്യുന്നു വെച്ചാൽ ഓപ്പറേഷൻ സുസന്ന എന്നാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതെന്താ ഈ സുസന്ന എന്നറിയില്ല, സുസന്നയോ എന്തോ ഒരു സംഭവം. ഇസ്രായേൽ മിലിറ്ററി ഇൻ്റലിജൻസുകാർ ഇസ്രായേൽ മിലിറ്ററി ഇൻ്റലിജൻസുകാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈജിപ്തിൽ കുറച്ച് ജ്യൂസ് ഉണ്ട്. എല്ലാ നാട്ടിലും കുറച്ച് ജ്യൂസ് ഉണ്ടാവും. കാരണം അറിയാലോ, ഞാൻ ആ ലാസ്റ്റ് വീഡിയോയിലോ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവിടെ നിന്നും അടിച്ചമർത്തപ്പെട്ട്, അതായത് ഒരുപാട് ബുള്ളിങ് നേരിട്ട ഒരു ടീംസാണ് ഈ ഇസ്രായേലിലെ ജ്യൂസ്. അപ്പോൾ ഇവർ ആ നാട്ടിൽ നിന്ന് പല സ്ഥലത്തേക്ക് പോയി എല്ലാ നാട്ടിലും ഉണ്ടാവും. നമ്മുടെ ഇവിടെ കേരളത്തിലടക്കമുണ്ട് ജൂയിഷ് കമ്മ്യൂണിറ്റി, ചെറുത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. മട്ടാഞ്ചേരിയിലോ അങ്ങനെ എന്തോ ഉണ്ട്. മുംബൈയിൽ ജൂയിഷ് കമ്മ്യൂണിറ്റി ഇല്ലേ, അതുപോലെ എല്ലാവിടെയും ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണ്ടത്തെ ആ സ്ഥലത്തുനിന്ന് പല അവർ സ്പ്ലിറ്റായി, അവർക്ക് രാജ്യം ഇല്ലല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈജിപ്തിൽ ജ്യൂസിനെ റിക്രൂട്ട് ചെയ്തു. ഇസ്രായേൽ റിക്രൂട്ട് ചെയ്തിട്ട് ഇസ്രായേലി ഏജൻസിയൊക്കെ മാറ്റിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബോംബ് പ്ലാൻ ചെയ്യുക. അതായത് ഒരു നിരന്തരമായി സീരീസ് ഓഫ് ബോംബ് എക്സ്പ്ലോഷൻ നടത്തുക ഈജിപ്തിൻ്റെ മൊക്കിലും മൂലയിലും. എവിടെയൊക്കെയാണ്? പോസ്റ്റ് ഓഫീസ്, കെയ്റോ എന്ന് പറഞ്ഞൊരു സ്ഥലമില്ലേ ഈജിപ്തിൽ, അലക്സാൻഡ്രിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ ഈജിപ്തിൽ? എന്താണാവോ, അലക്സാൻഡ്രിയ, കെയ്റോ എന്ന് പറഞ്ഞിട്ടുള്ള 2 പോസ്റ്റ് ഓഫീസിൽ. ഓക്കെ, US കീഴിലുള്ള US ഇൻഫർമേഷൻ ഏജൻസീൻ്റെ കീഴിലുള്ള ലൈബ്രറിയിൽ ബ്രിട്ടീഷ് ഓൺഡ് സിനിമാ തിയേറ്ററിൽ, ബ്രിട്ടീഷുകാർക്ക് അവിടെ സിനിമാ തിയേറ്ററൊക്കെ നൈസിൽ. എന്നിട്ട് എന്ത് ബോംബാണ് വയ്ക്കുന്നത്? മറ്റേ ആളിനെ കൊല്ലുന്ന പോലത്തെ ബോംബല്ല. അതായത് അവർക്ക് സിവിലിയൻസിനെ കൊല്ലണമെന്നില്ല, അവിടെ മൊത്തം ഒരു അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ വരും, ഇതാരാ ഇതിൻ്റെ പിന്നിൽ നിന്ന് നോക്കും. അത് ഭയങ്കര ഒരു 10 പേര് മരിച്ചു, 50 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കളി മാറി. അപ്പോൾ പിന്നെ അതൊരു നാഷണൽ ഡിസാസ്റ്ററായി മാറും, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ വരും, മിലിറ്ററി ഇൻവെസ്റ്റിഗേഷൻ വരും, ഭയങ്കര സംഭവമായി മാറും.
ചെറിയ ബോംബാണ്, ആരും പൊട്ടിയില്ലെങ്കിൽ ആ ബോംബ് അവിടെ നിന്ന് ഉണ്ടാക്കിയത്, അങ്ങനെയല്ല ഇൻവെസ്റ്റിഗേഷൻ പോകുള്ളൂ. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടിയിരുന്നത്. ജൂലൈ 2 1954 തന്നെ ജൂലൈ 2 ബോംബുകൾ പൊട്ടാൻ തുടങ്ങി. ഓക്കെ, മരണമൊന്നും സംഭവിച്ചില്ല, പാനിക് ഉണ്ടായി ജനങ്ങളുടെ ഇടയിലും എല്ലാവിടെയും. 23 അതായത് ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ 23 ഫിലിപ്പ് നറ്റാൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ബോംബ് പൊട്ടിക്കാൻ വന്നത് ആക്സിഡൻ്റലി പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് ബോംബ് പൊട്ടി. ഇതൊന്നും നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതില്ലേ, സിനിമ സ്ക്രിപ്റ്റ് എഴുതില്ലേ, അത് ഇതിനേക്കാളും മോശം അല്ല. ഇതാണ് സിനിമ സ്ക്രിപ്റ്റിനേക്കാളും സൂപ്പർ. ഇത് മനസ്സിലായില്ലേ? അതന്നെ, അതായത് സ്ക്രിപ്റ്റ് എഴുതിയ കൂടെ ഇങ്ങനെ വരില്ല. ഏതാ കഥ? ഫിലിപ്പ് നറ്റാൻസൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബോധപോലെ ഒരു പബ്ലിക് സ്പേസിൽ ബോംബ് വയ്ക്കാൻ വന്നപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ആദ്യമാണ് ബോംബ് പൊട്ടി. കാരണം ഇതൊന്നും മറ്റേ എന്താണ് എക്സ്പേർട്സോ ഈ ബോംബ് എക്സ്പേർട്ടുകളൊന്നും അല്ല, എക്സ്പ്ലോസീവ് കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധർ അതൊന്നുമല്ല. ഇത് അവിടുത്തെ ജ്യൂസാണ്, അവിടെ സാധാരണ ആൾക്കാരാണ്, അവരെ റിക്രൂട്ട് ചെയ്തതാണ് ഇവർ. മനസ്സിലായ? അത്രേ ഉള്ളൂ. ഈജിപ്ത് പോലീസ് പിടിച്ചു, 11 പേരെ അറസ്റ്റ് ചെയ്തു. ഈ ഫിലിപ്പ് നറ്റാൻസനെ തപ്പി കണ്ടുപിടിച്ചിട്ട് ഇയാളാണെന്ന് മനസ്സിലായിട്ട് ഇയാളുടെ കൂടെയുള്ള 11 പേരിനെ പിടിച്ചു. ഈജിപ്ത്യൻ ജ്യൂസ് ആയിരുന്നു ഇവരെല്ലാവരും. അവരെ പിടിച്ചു, ജയിലിലിട്ടു. കുറേ പേർക്ക് മറ്റേ ജയിലിലും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. ഇസ്രയേലി ഡിഫൻസ് മിനിസ്റ്റർ ആ സമയത്ത്, ഇസ്രയേൽ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ പേര് പിൻഹാസ് ലാവോൺ എന്നാണ്. അതാണ് ഈ ലാവോൺ അഫെയർ എന്ന് പറയുന്ന പേര്. എന്താണ് ഈ ലാവോൺ അഫെയർ എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. അതെന്ത് ലാവോൺ സ്ഥലത്തിൻ്റെ പേരാണെന്ന് വിചാരിച്ചു. അല്ല, ഇത് ഓർഡർ ചെയ്ത ഇസ്രയേലി ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ പേരാണത്. അപ്പോൾ ഇതെങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഒരു ഫോൾസ് ഫ്ലാഗ് ചെയ്തിട്ട് ഞങ്ങളാണ് ചെയ്തതെന്ന് പറയുമോ? ഇല്ല. അത് എങ്ങനെയാണ് ഇവരാണ് ചെയ്തത് മനസ്സിലായി. 1975 അതായത് 21 വർഷം കഴിഞ്ഞിട്ട്, അതായത് ഇവിടെയും കണ്ട, അതായത് ഇപ്പോൾ ഒരു സംഭവം നടന്നു. അപ്പോൾ കുറച്ച് പേര് പറയും, ഈ സംഭവത്തിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ, ഇതെന്തോ ഒരു അത്ര പന്തികേടില്ല, എന്താ ഇത്, എന്താ സംഭവം എന്ന് 2-3 പേര് ചോദിക്കും. അപ്പോൾ പറയും ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾ മറ്റേ ന്യൂസ് ചാനലിൽ പോയി നോക്കിയിട്ട് വാ, അതൊക്കെ ഉള്ളത് തന്നെയാണല്ലോ എന്ന് പറയും. ശടാ, അപ്പോൾ എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 കൊല്ലം കഴിയും. അപ്പോൾ ഈ ആദ്യം ഇതിന് ചോദ്യം ചെയ്തവരൊക്കെ അന്ന് ഇവർ തെറി വിളിക്കുന്നതും എനിക്ക് വല്ല പ്രാന്താണ് അതൊക്കെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞവർ 20 കൊല്ലം കഴിയുമ്പോൾ പറയും, ഞങ്ങൾ അന്ന് പറഞ്ഞില്ലേ ഇപ്പം എന്തായി എന്ന് ചോദിക്കും. അപ്പോൾ 20 കൊല്ലം കഴിയുമ്പോഴേക്കും അവരൊന്നും ജീവനോടെ ഉണ്ടാവില്ല. അതാണ് അവസ്ഥ, അത്രേ ഉള്ളൂ. അപ്പം തോന്നില്ല, കുറേ കാലം കഴിഞ്ഞിട്ട് ഇവർ പറയും, അത് ഞങ്ങൾ അന്ന് വിചാരിച്ചില്ല, ഇന്ന് ഇങ്ങനെയാണെന്നുകൊണ്ട് പറയും. 1975 ഇസ്രയേലി ഒഫീഷ്യൽസ് പബ്ലിക്കലി അഡ്മിറ്റ് ചെയ്തു ഈ ഒരു ഓപ്പറേഷൻ, ഈ ലെവൻ അഫെയർ ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തതാണ്. ഈ ഓപ്പറേഷൻ അതെന്ത് പേരാണോ, സുസന്ന എന്നുള്ള ഓപ്പറേഷൻ ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. 2005 ഇസ്രയേലുകാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ജയിലിൽ കിടന്ന ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തോന്നുന്നു, അവരെയൊക്കെ ഫൈനലി ഓണർ ചെയ്തു. അതായത് സർവൈവിങ് ഓപ്പറേറ്റീവ്സ് ഉണ്ടല്ലോ, അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൊടുത്തു. എന്നാ മക്കളെ ഒരു പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതുവഴി ഇസ്രായേലിൻ്റെ ബന്ധം കൺഫേംഡായി. ഇതാണ് ഇസ്രായേലും എന്ത് ചെയ്യുമ്പോഴും പറയുക, ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലായിരിക്കാം എന്ന് പറയില്ലേ. അതിങ്ങനെ ചുമ്മാ ഇസ്രായേൽ ജ്യൂസ് ഇസ്രായേൽ എന്ന് പറയല്ല, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക, ഇത് കാരണമാണ് അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ചുമ്മാ രാവിലെ വെച്ചിട്ട് ജ്യൂസ് എന്ന് പറയല്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ സംഭവമൊന്നുമില്ല, എല്ലാം ഈസിയാണ്. ഇനി അവസാനത്തെ ലാസ്റ്റ് സംഭവമാണ്. ഇത് കാരണമാണ്, ഈ ഒരു സംഭവം കാരണമാണ് 9/11. ഞാൻ പറയുന്നത് ഒരു ഗവൺമെൻറ്റിനെയും വിശ്വസിക്കരുത്.
ഈ 9/11 പോലുള്ള സംഭവങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ എന്നൊക്കെ പറയില്ല, എന്താ പറയുക, ഇറ്റ്സ് ലുക്ക് ഷെയ്ഡി ബിക്കോസ് ഓഫ് ദിസ് ഇവൻറ്റ്, ബിക്കോസ് ഓഫ് ദിസ് കോൺസ്പിറസി. ഇറ്റ്സ് നോട്ട് ഈവൻ കോൺസ്പിറസി, ഇറ്റ്സ് എ റിയൽ തിങ്. ഓപ്പറേഷൻ നോർത്ത് വുഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇറ്റ്സ് എ റിയൽ തിങ്. നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റിലും ഇത് അപ്ലിക്കബിളാണ്. അല്ലാണ്ട് ഇത് അമേരിക്കയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രം ഉള്ളതല്ല, ഇവിടെയും ചെയ്യുന്നുണ്ട്, നമ്മുടെ അപ്പുറത്തുള്ളതും ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തുള്ള ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റും ഇതന്നെ കേട്ടോ. 1962 എന്താണ് സംഭവം? ക്യൂബയാണ് അമേരിക്കയുടെ തലവേദന. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ ക്യൂബൻ്റെ ഈ USSR ഉണ്ട്, അന്നത്തെ റഷ്യ കമ്മ്യൂണിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു രാജ്യമാണ് ഈ ക്യൂബ എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബനെയൊക്കെ ക്യൂബനിനി എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അമേരിക്ക. 2-3 എക്സാമ്പിൾ പറയാം. ഓപ്പറേഷൻ മംഗൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് ടെററിസ്റ്റ് കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവരെന്നെ ചെയ്ത് അമേരിക്കക്കാർ ക്യൂബിൽ ചെയ്തത്. ബേ ഓഫ് പിഗ്സ് ഇൻവേഷൻ 1961. അതായത് ഈ ഫിഡൽ കാസ്ട്രോ ആണല്ലോ ക്യൂബയിലുള്ള ആൾ. ഫിഡൽ കാസ്ട്രോൻ്റെ എതിരായിട്ടുള്ള കുറച്ച് ക്യൂബക്കാരുണ്ട്, അവർക്കൊക്കെ ഫണ്ട് ചെയ്തിട്ട് അമേരിക്കക്കാർ അങ്ങോട്ട് വിട്ടതോ അങ്ങനെ എന്തോ ആണ് സംഭവം. നമുക്ക് ഈ ഡീറ്റെയിൽസിക്കൊന്നും പോകണ്ട. പറയാൻ വന്നത്, ഈ ക്യൂബക്കാരനെയും ഈ ഫിഡൽ കാസ്ട്രോനെയും അമേരിക്കക്കാർ ഒരുപാട് തവണ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. കയ്യും കണക്കില്ല. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഹോംവർക്ക് പോലെ ചെക്ക് ചെയ്യുക എല്ലാവരും. കാരണം ഇഷ്ടം പോലെ. കാരണം അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെയാണ്, ഈ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ മയാമി ഉള്ളത്. ഈ മയാമിയും ഈ ക്യൂബിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ പണ്ട് ഈ ബോട്ടിൽ ഈ ക്യൂബിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ ഈ അമേരിക്കയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡ്രഗ്സും ഈ കൊക്കൈനും മറ്റു പരിപാടിയും ഈ ട്രാഫിക്കിങ്ങും എല്ലാം ഈ ക്യൂബിൽ നിന്ന് മയാമി വഴി ആണ് അമേരിക്കയ്ക്ക് വരുന്നത്. മറ്റേതൊക്കെ ഫ്ലൈറ്റിൽ ഈ കൊളംബിയ എന്നൊക്കെ ഫ്ലൈറ്റിൽ വരുമായിരിക്കും. പക്ഷേ ഈ ക്യൂബൻ്റെ അറ്റത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിഡ അവിടെ കാണാൻ പറ്റുന്നോ അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവം. ഓക്കെ, അത്ര അടുത്ത് കിടക്കുന്ന സംഭവമാണ്. എന്നാൽ ക്യൂബ സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ക്യൂബനെ ഫിഡൽ കാസ്ട്രോനെ ആ ഭരണത്തിൽ നിന്ന് മാറ്റി അയാളെ അങ്ങോട്ട് നൈസാക്കി അമേരിക്കയ്ക്ക് അവിടെ ക്യാപിറ്റലിസം കൊണ്ടുവരണം, ഈ കമ്മ്യൂണിസത്തിനെ എടുത്ത് മാറ്റണം. ഓക്കെ, എന്ത് ചെയ്തു? ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ഉണ്ട്. ഓക്കെ, അയാളുടെ പേര് ലിമാൻ ലെംനിറ്റ്സർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായാണ്. ഇയാൾ മാർച്ച് 13, 1963 ഒരു മെമ്മറാണ്ടം സൈൻ ചെയ്യാം. ഓക്കെ, ഇതും ഉള്ള സംഭവമാണ്, നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നിങ്ങൾ എന്താണ് ഇവർ സൈൻ ചെയ്ത മെമ്മറാണ്ടത്തിലൊന്നും ജസ്റ്റ് നോക്കിക്കോ കേട്ടോ. ഒരു ഫേക്ക് തീവ്രവാദി ആക്രമണമാണ് ഇവർ ആദ്യം സൈൻ ചെയ്ത. അതിൽ കുറേ പോയിൻറ്റ്സ്, അതിൽ ഒന്നാമത്തെ പോയിൻ്റ് അതാണ്. തീവ്രവാദി ആക്രമണം ഫേക്കായിട്ട് ഉണ്ടാക്കി ഇവർ തന്നെ. എവിടെയൊക്കെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്? മയാമിയിലും വാഷിങ്ടൺ DC-യിലും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല മയാമി ക്യൂബൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കുറേ ക്യൂബക്കാരും ഉണ്ട് ഈ മയാമിയിൽ. ഇങ്ങനെ ഈ ഇമിഗ്രൻസ് ആയിട്ട് വന്നവരൊക്കെ ഉണ്ട്. വാഷിങ്ടൺ DC പിന്നെ ക്യാപിറ്റലാണ്, അറിയാലോ. ഹൈജാക്കിംഗ് എയർക്രാഫ്റ്റും ഫേക്ക് തീവ്രവാദി ആക്രമണവും. മനസ്സിലാവുന്നുണ്ടോ? പ്ലെയിന് ഹൈജാക്ക് ചെയ്തിട്ട് തീവ്രവാദികളെ പോലെ മറ്റേ ബിൽഡിങ്ങിൽ ഇടിച്ചിറക്കുന്നു. ഇതാ ഡോക്യുമെൻ്റിലുള്ള. നമ്മൾ ഉണ്ടാക്കി പറയോ അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ കോൺസ്പിറസി ഒന്നുമല്ല. നേവൽ പ്രൊവക്കേഷൻ അത് അവർ ഓൾറെഡി മറ്റേ വിയറ്റ്നാം വാറിൽ ചെയ്തു. അപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഇനി അത് ചെയ്യാൻ വഴിയ, അത് ബോറടിക്കുന്നു. വെറുതെ നീ പുതിയത് പിടിക്കുക. ഇത് 1963 ഉണ്ടാക്കിയത് കേട്ടോ. ആര് റിജക്റ്റ് ചെയ്ത് ഈ പ്ലാന്? ആര് റിജക്റ്റ് ചെയ്ത്?
ജോൺ എഫ് കെന്നഡി റിജക്റ്റ് ചെയ്തു. ജോൺ എഫ് കെന്നഡി ഇപ്പോൾ എവിടെയുണ്ട്? കുഴീൻ്റെ അടിയിൽ, കുഴിയിൽ, മണ്ണിൻ്റെ അടിയിൽ. കൊന്നു. ഇവരൊക്കെ കൂടി ആ ചെങ്ങായിനെ കൊന്നു. 63 ഇത് റിജക്റ്റ് ചെയ്ത്. ഇയാളെപ്പോഴും മരിച്ച് JFK ഡെഡ് ഇയർ. അടിപൊളി. നവംബർ 22, 1963 ഇയാൾ മരിച്ചു. അപ്പോൾ അതേ കൊല്ലം തന്നെ മരിച്ചത്. അടിപൊളി. ഞാനിത് പണ്ടും പറഞ്ഞിട്ടുണ്ട്. ക്യൂബൻ ക്രൈസിസിനെ കുറിച്ച് ഞാൻ ഒരു 10 എല്ലാ വീഡിയോയിലും ഞാൻ ക്യൂബൻ ക്രൈസിസിനെ കുറിച്ച് പറയുന്നുണ്ട്. കിടില ഒരു സംഭവം. നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് വേൾഡ് വാർ 3 വരാൻ പോവുകയാണ്. ഇപ്പം പറയുന്ന പോലെ ഇപ്പം ആഴ്ചയ്ക്കോ വേൾഡ് വാർ 3 വേൾഡ് വാർ 3 വേൾഡ് വാർ 3. ഞാൻ തന്നെ ഒരു 5-6 ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വാർ 3 വരാൻ പോകണം. ഒന്നും വരാൻ പോകണില്ല. വരുന്നുണ്ടാവും, അറിയില്ല. അന്ന് വേൾഡ് വാർ 3 വരേണ്ടതായിരുന്നു. ബിറ്റ്വീൻ USSR, റഷ്യയും അമേരിക്കയും തമ്മിൽ കോൾഡ് വാർ ഇങ്ങനെ കോൾഡ് വാറായിട്ട് പോവായിരുന്നു. അതായത് റഷ്യ ക്യൂബയിൽ അവരുടെ ഒരു കുറേ മിസൈൽസും ഈ ന്യൂക്ലിയർ സാധനമൊക്കെ കൊണ്ട് വെക്കാൻ പോകുന്നു അമേരിക്കയുടെ തൊട്ടടുത്ത്. ഇപ്പോൾ യുക്രൈൻ ചെയ്യാൻ നോക്കുന്ന കാര്യമില്ലേ? അതാണ് ഐറണി. ഇപ്പോൾ ഉക്രൈൻ എന്താ ചെയ്യാൻ നോക്കുന്നത്? നേറ്റോയിലേക്ക് കയറാൻ നോക്കുന്നു. എവിടെ കിടക്കുന്നു? റഷ്യൻ്റെ അടുത്ത്. പണ്ടിതുപോലെ ക്യൂബയിൽ റഷ്യ വന്നപ്പോഴാണ് അമേരിക്കക്കാർ ഫുള്ള് ടെൻഷനായത്. ക്യൂബയിൽ കമ്മ്യൂണിസമാണ്. അപ്പോൾ അവർ മെയിൻ കമ്മ്യൂണിസംകാർ ഇവരിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ മിസൈൽ കൊണ്ട് വെക്കാൻ പോകണു, ന്യൂക്ലിയർ ഇപ്പോൾ വരും, വേൾഡ് വാർ 3 വരും എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു അത്. അതിനെ ഈസി ആയിട്ട് തടഞ്ഞതും ഡിപ്ലോമസി കൊണ്ട് അതിനെ ഇല്ലാതാക്കിയതും ജോൺ എഫ് കെന്നഡിയാണ്. Somebody really wanted a third world war between USSR, Russia and America. അത് ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഇയാളെ കൊന്നത്. സിമ്പിൾ. CIA പറഞ്ഞത് കേട്ടില്ല. CIA അങ്ങോട്ട് തൂക്കി. ഈ ലെംനിറ്റ്സർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രപ്പോസ് ചെയ്തു. അയാൾ റിസൈൻ ചെയ്യുക എന്തൊക്കെയോ ചെയ്തു. അയാളെ പിന്നെ നേറ്റോയിലേക്ക് കൊണ്ടുപോയി. അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോൺ എഫ് കെന്നഡി അസാസിനേഷൻ റെക്കോർഡ്സ് കളക്ഷൻ ഓഫ് JFK അസാസിനേഷൻ റെക്കോർഡ്സ് കളക്ഷൻ ആക്ട് ഓഫ് 1992. അതിൽ ഒരു മാൻഡേറ്റ് കൊണ്ടുവന്നു. ഈ എല്ലാ ഫയൽസിനും ഇയാളുടെ ഇതുള്ള ഫയൽസിനൊക്കെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് റിലീസ് ചെയ്തു. 1997 തൊട്ട് 2001 വരെ ഈ ഡീക്ലാസിഫൈ ചെയ്തു. ആ സമയത്ത് എല്ലാ റെക്കോർഡ്സും ഡീക്ലാസിഫൈ ചെയ്തു. അതിലാണ് ഈ സംഭവം. ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത്. ഈ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഈ ലോകത്ത് മുഴുവൻ. ഓക്കെ, ഈ ലോകം ഭയങ്കര നന്മ നിറഞ്ഞ എല്ലാ ഗവൺമെൻറ്റും അവരവരുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന നേതാക്കളും ഒന്നും അല്ല ഇവിടെ. ഇതൊക്കെ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുന്നോ, I feel pity when I see എൻ്റെ നേതാവ് നല്ല ആൾ, ഇയാൾ അങ്ങനെ, ഇയാളുടെ മകൻ്റെ മകനാണ് എൻ്റെ what the fuck man. പുതിയ പിള്ളേർക്കെങ്കിലും കുറച്ച് വിവരം ഉണ്ടായിക്കഴിഞ്ഞാൽ നാട് രക്ഷപ്പെടും. ഏതെങ്കിലും ഒരാൾ ആ ഒരു പവർ, അതായത് നമ്മുടെ കയ്യിൽ ഇത്രയും ജനങ്ങളുടെ മേലുള്ള ഒരു പവർ കിട്ടുമ്പോൾ, പവർ കറപ്റ്റ്സ് പീപ്പിൾ. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ ലീഡർ സെലക്ട് ചെയ്തു. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾ. അല്ലെങ്കിൽ ഒരു ക്ലാസ് ലീഡർ വേണ്ട, സ്കൂൾ ഹെഡ് ബോയോ ഹെഡ് ഗേളോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയില്ലേ, അതായി. അപ്പം തന്നെ ആ ഒരു പവർ ഡൈനാമിക്സ് അവിടെ മാറിയില്ലേ. ഇയാൾ ഹെഡ് ബോയ് ആണ്, മനസ്സിലായ? അല്ലെങ്കിൽ വേണ്ട ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായി. എല്ലാവരും പഞ്ചായത്ത് പ്രസിഡൻ്റ് അടുത്ത് അത് കൊടുക്കുക ഇത് കൊടുക്കുക, ചേട്ടാ ഒന്ന് ശരിയാക്കി തരുമോ അപ്പം തന്നെ നമ്മൾ ഡിപ്പെൻഡൻ്റായി. അപ്പോഴാണ് ആ പവർ ഡൈനാമിക്സ് മാറുന്നത്.
ആ പവർ കിട്ടുമ്പോൾ ആ ഒരു ചെറിയൊരു പവറാണെങ്കിൽ കൂടെ മറ്റൊരാളുടെ മേലെ നമുക്ക് ഒരു പവർ അവരിനേക്കാളും നമ്മൾ പവർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദാറ്റ് കറപ്റ്റ്സ് പീപ്പിൾ. ഇപ്പം നിങ്ങൾ എത്ര നല്ല ആളാണെങ്കിലും കൂടെ ഡസൻറ്റ് മാറ്റർ, അയാൾ നല്ല ആളായിരിക്കും, ഓക്കെ. വി ആർ ഓൾ ബോൺ, എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേപോലെയല്ലേ ജനിക്കുന്നത്. വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞ് ഓവറാക്കുന്നില്ല. നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരല്ലേ. എന്താ വ്യത്യാസം? ചിലവർ സക്സസ്ഫുൾ ആവുന്നു, ചിലവർ ഒരു പവറുള്ള ഒരു സ്ഥാനത്തെത്തുന്നു. ദാറ്റ് ഡസൻറ്റ് മീൻ ഐ ആൻഡ് ഹിം ഈസ് ഡിഫറെൻറ്റ് അല്ലേ? ഹൂ ഈസ് ഹീ? ഇയാൾ ആരാണ് എന്നെ കൺട്രോൾ ചെയ്യാൻ? ഇതൊക്കെ മനസ്സിലാക്കുക, ചോദ്യം ചോദിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്, തിങ്ക് ഫോർ യുവർ സെൽഫ്. അപ്പോൾ വീഡിയോ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ചെയ്യാം. കുറേ ചെയ്യാറുണ്ട്, ഫുൾ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഗ്രേറ്റ് നോട്ടീസിങ് സെക്കൻഡ് പാർട്ട് ചെയ്യണം, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യണം, പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം. കുറേ ചെയ്യാനുണ്ട്. എന്നതൊക്കെ ചെയ്യാം, എപ്പോഴേക്കൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് പറയൂ. അപ്പോൾ വീഡിയോ കഴിഞ്ഞു. അടുത്ത ആഴ്ച കാണാം. ഓക്കെ.